പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളും ദൈവനാമ മഹത്വത്തിനുണ്ട് പങ്കുവയ്ക്കുവാൻ നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ കൃഷ്ണകുമാർ സഹോദരനാണ്. തന്നെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും വളരെ അനുഗ്രഹവും വേറിട്ടതുമായിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരേണ്ടതിന് പ്രാർത്ഥനയോട് ശ്രദ്ധയോടെ നാം ആയിരിക്കുമ്പോൾ പ്രിയ കൃഷ്ണകുമാർ ബ്രദറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ബ്രദറെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ആമേൻ. പ്രിയ സഹോദരനെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ ഇപ്പോൾ മധുരയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്റെ പേര് കൃഷ്ണകുമാർ. എന്റെ ഭാര്യയുടെ പേര് ജിത എന്നാണ്. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണ്. എന്നെ കേൾക്കുന്ന എല്ലാ അരോമ ടിവിയുടെ എല്ലാ വ്യൂവേഴ്സിനും ക്രിസ്തീയ വന്ദനങ്ങളെ ഞാൻ അറിയിക്കും. ബ്രദറിനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളുന്നു. ബാല്യകാലം മുന്നോട്ട് നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി തുടർമാനമായി സംസാരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായിട്ട് സർവകൃപാലുവായ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന പ്രിയ അഭിഷിക്ത കർത്തദാസൻ ഡാനിയൽ പാസ്റ്ററിനോടുള്ള പ്രത്യേകമായ നന്ദിയെ ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അരോമ ടിവിയുടെ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. എന്റെ പേര് കൃഷ്ണകുമാർ. എന്റെ സ്വദേശം പാലക്കാട് പട്ടാമ്പിയാണ്. അവിടെയാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എന്റെ കുടുംബത്തില് അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ ഞങ്ങള് 3 മക്കളായിരുന്നു. 3 മക്കളിൽ ഇളയ മോനാണ്, അതായത് 2ാമത്തെ മോൻ. ബാക്കി എന്റെ മുകളിൽ ഒരു മൂത്ത സഹോദരിയും ഏറ്റവും ചെറിയ ഒരു സഹോദരി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 3 മക്കളായിരുന്നു. അങ്ങനെ നല്ലൊരു ബാല്യകാല ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. അവിടെ ഞങ്ങളുടെ അച്ഛന്റെ വീട്ടിലായിരുന്നു ഞങ്ങള് കുടുംബമായിട്ടുണ്ടായിരുന്നത്. ഞാനും അമ്മയും അതുപോലെ തന്നെ എന്റെ 2 സഹോദരിമാരും. ഞങ്ങൾ 5 അംഗങ്ങൾ അടങ്ങുന്ന കുടുംബം ഞങ്ങളുടെ തറവാട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എന്റെ പിതാവിന്റെ ഭവനത്തിലായിരുന്നു. അപ്പൊ അവിടെ വെച്ച് അവര് ചെറിയ വസ്തു സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളും തർക്കങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ അങ്ങനെ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ എന്റെ പിതാവിന് നേരിടേണ്ടി വന്നു. പിതാവ് ഇവരെ ഒരു 9 മക്കൾ അടങ്ങുന്ന ഒരു ഫാമിലി ആയിരുന്നു. അപ്പൊ അതില് മൂന്നാമത്തെ ആളായിരുന്നു എന്റെ പിതാവ്. അപ്പോ ബാക്കിയുള്ള എല്ലാ സഹോദരന്മാരെയൊക്കെ ഒറ്റപ്പെടുത്തി ഉള്ള ഒരു അനുഭവമായിരുന്നു. പിന്നെ അപ്പൊ അങ്ങനെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങളെ അവിടുന്ന് എങ്ങനെയെങ്കിലും ആ ഫാമിലിയിൽ നിന്ന് പുറത്തോട്ട് വലിച്ചെറിയണം എന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ പിന്നെ അവര് പ്ലാൻ ചെയ്ത് വന്ന് അങ്ങനെ എന്റെ പിതാവിനെ മർദ്ദിക്കാനൊക്കെ ഇടയായി തീർന്നു. അവർക്ക് ഈ സ്വത്തിന് വേണ്ടിയിട്ട്, അതായത് സ്വത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ എന്റെ പിതാവിന്റെ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ കൊണ്ടു നടന്ന ഒരു വ്യക്തിത്വമാണ് എന്റെ പിതാവ്. അപ്പോ എന്റെ പിതാവിനാണ് ആ നന്മ എല്ലാം പിതാവിനാണ് കിട്ടാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്റെ പിതാവിന്റെ സഹോദരന്മാർക്ക് അത് ഒട്ടും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ പിന്നെ പിതാവിനെ അറ്റാക്ക് ചെയ്യാനൊക്കെ അവർ സഡനായിട്ട് വന്നു. അന്ന് ഞാനൊക്കെ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ നമുക്കൊന്നും നിസ്വാർത്ഥനായിട്ട് കണ്ടു നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ അന്ന്. കാരണം എന്റെ അമ്മയെ ഒരുപാട് പ്രയാസപ്പെട്ട് കരയൊക്കെ ചെയ്തു. കാരണം അവര് ഭയങ്കര മാരകായുധങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ട് പിതാവിനെ വെട്ടാനൊക്കെ നോക്കി. പിന്നെ പിതാവിന്റെ കയ്യിന് ഒരു അതിന് പറയുന്നത് ആക്ര എന്നാണ് പറയുന്നത്. എട്ടിലിന്റെ ഒരു പഴയ ഒരു സംഭവമാണ്. അത് വെച്ചിട്ട് അടിക്കാൻ നോക്കിയപ്പോ പിതാവ് കൈ വെച്ച് അത് ബ്ലോക്ക് ചെയ്തപ്പോ പിതാവിന്റെ കൈയിന്റെ എല്ല് പൊട്ടുവാനൊക്കെ ഇടയായി തീർന്നു.
അങ്ങനെ പിന്നെ പിതാവിനെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആക്കി. അങ്ങനെ പിന്നെ അതിനുശേഷം പിന്നെ പിതാവ് പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ കേസ് കൊടുത്തുവെങ്കിലും പിന്നെ ഈ സഡൻ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ചെയ്തപ്പോൾ ആ ഡോക്ടർ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു എന്താണ് കാര്യങ്ങളെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനൊക്കെ ഇടയായി. നമ്മുടെ പിതാവിന്റെ അനിയന്മാർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തു കൊടുത്തത്. അവരെന്തോ കൈക്കൂലി കൊടുത്തതിന്റെ പേരിലാണ് കേസിന് അത് വളരെയധികം ദോഷമായിട്ട് ഞങ്ങൾക്ക് എതിരായിട്ട് ആ കേസ് പരാജയപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ പിന്നെ ഞങ്ങള് പിന്നെ അവിടുന്ന് പിന്നെ അച്ഛന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ ഞങ്ങള് പിന്നുള്ള എന്റെ ബാല്യകാലം 2-3 ഭവനങ്ങൾ വാടകയ്ക്ക് ഇരുന്നിട്ടൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അന്ന് ആ സമയത്ത് എന്റെ പിതാവ് ഈ കണ്ണൂരിന്റെ ആ ഭാഗത്ത്, അതായത് വടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് പിതാവ് ഒരു കാർപ്പൻറ്റർ ആയിരുന്നു. ഞങ്ങള് വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ടവരാണ് ഞങ്ങള്. അപ്പോ ആ ഒരു ഫർണിച്ചർ വർക്കൊക്കെ ആയിരുന്നു പിതാവിന്. അപ്പൊ അങ്ങനെയുള്ള ഒരു വർക്കിനോടുള്ള ബന്ധത്തിൽ പിതാവ് വടകര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു വർഷങ്ങളായിട്ട് പുള്ളി ജോലി ചെയ്തു. അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങള് ഒരുപാട് ഒന്ന് രണ്ട് മൂന്ന് ഭവനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉരുത്തിരി വന്നു. പിന്നെ അവിടെയൊക്കെ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോയി. പിന്നെ ഞങ്ങള് ലാസ്റ്റ് വന്ന ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ഭവനമൊക്കെ ഭവനത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് മേടിക്കുന്നു. അപ്പൊ അതുവരെ ഞങ്ങൾ മൂന്ന് മൂന്ന് വീടുകളിലായിട്ട് പല പല സ്ഥലങ്ങളിലായിട്ട് അവിടെ തന്നെ പെരുമുടിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ പല പല ലൊക്കേഷനിലായിട്ട് ഞങ്ങൾ താമസിക്കുവാനൊക്കെ ഇടയായി തീർന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ഭവനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ക്രമീകരിച്ചു. അങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്ലോട്ട് 2000-ലല്ല 1999-ലാണ് മേടിക്കുന്നത്. അപ്പോ ആ മേടിച്ച സമയത്ത് അതിങ്ങനെ വലിയൊരു പ്ലോട്ടായിട്ട് കിടക്കുമായിരുന്നു. ഞങ്ങള് തൊട്ടടുത്തുള്ളവര് പറഞ്ഞത് ഞങ്ങളെ കൂടി ചേർന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അത് പ്ലോട്ട് മേടിക്കാം. അങ്ങനെ എന്നിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് 4 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ 99-ൽ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഭവനം എന്നുള്ള ഒരു താല്പര്യത്തോട് കൂടിയിട്ട് ഞങ്ങൾ അതിന്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോഴായിരുന്നു ഇതുപോലെ എന്റെ മൂത്ത സഹോദരി അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയമായിരുന്നു. ഞാനന്ന് 9ാം ക്ലാസ്സിലാണ്. മൂത്ത സഹോദരിയെക്കാളിലും ഒരു വയസ്സിന് ഇളയതായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ മൂത്ത സഹോദരി. അപ്പൊ മൂത്ത സഹോദരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പുള്ളി 10ാം ക്ലാസ്സിന്റെ മോഡൽ എക്സാം എത്തിയപ്പോഴാണ് പുള്ളിക്കാരിക്ക് ചെറിയ ഒരു കേൾവിയുടെ ഒരു പ്രശ്നം ഞങ്ങള് ആ സമയത്തായിരുന്നു മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും പുള്ളിയുടെ ഏകദേശം ഒരു 75% കേൾവി നഷ്ടപ്പെട്ട ഒരു സമയത്തായിരുന്നു ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. അപ്പോഴേക്കും ഏകദേശം മൂത്ത സഹോദരിയുടെ 75% കേൾവി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങള് പിന്നെ പല പല ഈ ലോകപരമായിട്ടുള്ള പല ചികിത്സാ രീതികളൊക്കെ ഞങ്ങള് അദ്ദേഹത്തിന്റെ ആ ഒരു രോഗത്തിൻ്റെതായ ഒരു ശമനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഓടി നടന്നു. അപ്പോഴൊക്കെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഏക വരുമാനം എന്ന് പറയുന്നത് പിതാവ് മാത്രമായിരുന്നു. അത് ഞാൻ പ്രൊഫഷനിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ഞാനത് പഠിക്കുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ പല പല വളരെയധികം ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തു. കാരണം മൂത്ത സഹോദരിയുടെ ചികിത്സയും കാര്യങ്ങളും അതും പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. പല പല ഹോസ്പിറ്റലുകളൊക്കെ കയറി ഇറങ്ങി അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ വീട്ടിലെ ചെലവും കാര്യങ്ങളും അതുപോലെ തന്നെ ഞാനും എന്റെ അനിയത്തിയും പഠിക്കുന്ന ഒരു സ്റ്റേജ്. അപ്പോ എല്ലാ രീതിയിലും നമ്മൾക്ക് വളരെയധികം ഓരോ ദിവസവും മുന്നോട്ട് പോകാനുള്ള പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങള് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ കുറച്ചൊക്കെ പൈസ ഞങ്ങൾ സ്വരൂപിച്ച് വെച്ചിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ഭവനത്തിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷനൊക്കെ ഇട്ടു. ആ സമയത്തായിരുന്നു ഞങ്ങൾ പിന്നെ ഈ മൂത്ത സഹോദരിക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു,
നമ്മള് നമ്മള് എപ്പോഴും നമ്മള് രോഗിക്കാണല്ലോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് വെച്ചു. പിന്നെ ഞങ്ങള് പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ ഒരുപാട് പ്രാവശ്യം മൂത്ത സഹോദരി കൊണ്ട് പോയി. പക്ഷെ അവർക്കൊന്നും ഈ രോഗത്തിന്റെ കാരണം എന്താണെന്ന് അവർക്ക് അത് തിരിച്ചറിയാനോ അല്ലെങ്കിൽ അവർക്ക് അത് തെളിയിക്കാനോ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളായിരുന്നു. അങ്ങനെ പിന്നെ അവര് പല പല ടെസ്റ്റുകളൊക്കെ നമുക്ക് എഴുതി തരും. നമ്മളത് പൈസയും ചെലവാക്കി ആ ടെസ്റ്റ് നടത്തുന്നു, ഈ ടെസ്റ്റ് നടത്തുന്നു. ഒന്നിനകത്തും ഈ കറക്റ്റ് ആയിട്ടുള്ള ഒരു രോഗത്തിന്റെ നിർണയം അവർ കണ്ടെത്താൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ പല പല രീതിയിലും ഞങ്ങള് ഒരുപാട് പൈസ ഒക്കെ ഞങ്ങളുടെ ചെലവായി. അങ്ങനെ പിന്നെ ഈ രോഗത്തിനൊന്നും ഒരു ഒരു വ്യത്യാസവും വരുന്നു. അങ്ങനെ പിന്നെ ഒരുപാട് പിന്നെ ടെസ്റ്റുകളും ചെക്കപ്പുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ പറയുന്നത് ഈ ചെവിയിൽ നിന്ന് അതായത് ചെവിയിൽ നിന്ന് നമ്മുടെ തലച്ചോറിലേക്കുള്ള ഒരു ഒരു മെയിൻ ആയിട്ടുള്ള ഒരു നെർവ് ഉണ്ട്. അത് ഇങ്ങനെ ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ കേൾവി ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ നെർവിനെ നമ്മള് അവര് പറഞ്ഞ ഒരു തെറാപ്പി സിസ്റ്റം ആയിരുന്നു പറഞ്ഞത്. ഒരു മ്യൂസിക് തെറാപ്പി സിസ്റ്റം ആയിരുന്നു സജസ്റ്റ് ചെയ്തത്. അങ്ങനെ പിന്നെ ശബ്ദ തരംഗങ്ങൾ കടത്തി വിട്ടിട്ട് ആ ശോഷിച്ച് കിടക്കുന്ന, അതായത് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ വരുന്ന ആ നെർവിനെ നമ്മൾ വികസിപ്പിച്ചു കൊണ്ടുവരണം. എന്നാലേ ആ ഒരു നോർമൽ സ്റ്റേജിലേക്ക് അദ്ദേഹത്തിന്റെ കേൾവി തിരിച്ചു കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു നിഗമനമാണ് അവർ പറഞ്ഞത്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ അതിന്റെ മുമ്പ് തന്നെ അവര് ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മൂത്ത സഹോദരിയുടെ നട്ടെല്ലിനകത്ത് മജ്ജയൊക്കെ എടുത്ത് കുത്തി ചെക്കപ്പ് ഒക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് പൈസ ഞങ്ങളെ ചെലവായി. പിന്നെ അപ്പോഴാണ് അറിയുന്നത് സൈനോകോൾ 16 എന്ന് പറയുന്ന ഒരു വൈറ്റമിന്റെ കുറവ് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു കേൾവിയുടെ ഒരു അവസ്ഥ വരുന്നത് എന്നൊക്കെ അറിയാനിടയായി. പിന്നെ അതിനെ തുടർന്ന് ഇങ്ങനെ മ്യൂസിക് തെറാപ്പിയും അവർ സജസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ പിന്നെ അതിനോടൊപ്പം ഈ സൈനോകോൾ എന്ന് പറയുന്ന ഇഞ്ചക്ഷനും ഡെയിലി ഡെയിലി കുത്തിവെക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത മുന്നോട്ട് വന്നു. അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം, എന്റെ മൂത്ത സഹോദരി നല്ല മാർക്ക് കിട്ടിയിട്ട് 10ാം ക്ലാസ് ഒക്കെ പാസ്സായപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ ഈ അവസ്ഥ വളരെ ഒരു പരിതാപകര സ്ഥിതിയിലേക്ക് പോയി. അപ്പോഴേക്കും പുള്ളിക്കാരി പതുക്കെ 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 പല പല ചിന്തകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ വീട്ടിലിരുന്നു കൊണ്ട് ചിന്തിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹപാഠികളൊക്കെ നമ്മുടെ വീടിന്റെ മുന്നിലൂടെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം പെൺകുട്ടികളാണല്ലോ. കാരണം ചെറിയ ചെറിയ ന്യൂനതകൾ അത് അവർക്ക് അത്ര പെട്ടെന്ന് നമുക്ക് ആണുങ്ങളെ പോലെ അവർക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു പ്രയാസം ഉണ്ടല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ പിന്നെ പുള്ളി ഹയർ സ്റ്റഡീസിന് പോകുന്നില്ല എന്ന് കരുതിയിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പായി. അങ്ങനെ പിന്നെ ഗ്രാജുവലി പിന്നെ പുള്ളിക്കാരി ചെറിയ രീതിയിൽ മാനസികമായിട്ടുള്ള ടെൻഷനും മാനസികമായിട്ടുള്ള ഡിപ്രഷനിലൂടെ കടന്നു പോകാനൊക്കെ ഉള്ള ഒരു മുഖാന്തരങ്ങളെ ഇങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ കടന്നു വരാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ പിന്നെ ചെവിയുടെ സംബന്ധമായിട്ടുള്ള അസുഖത്തിനും അതുപോലെ തന്നെ സൈക്കാട്രിക് രീതിയിലുള്ള അസുഖത്തിനും 2 രീതിയിലുള്ള ചികിത്സയ്ക്കായിട്ടാണ് പിന്നെ ഞങ്ങള് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എന്റെ സഹോദരി കൊണ്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വളരെയധികം സ്ട്രഗിൾ ചെയ്തു. കാരണം 2 രീതിയിലുള്ള ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ഓരോ ദിവസവും മെഡിസിൻ എടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചക്ട് ചെയ്യണം. അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ വീടിന്റെ ചെലവുകൾ എല്ലാ രീതിയിലും നമ്മുടെ എന്റെ പിതാവ് വളരെയധികം ക്ലേശം അനുഭവിക്കുന്ന അതൊക്കെ ഞാൻ കാണുവാനിടയായി. അങ്ങനെ ഞാൻ പിന്നെ എന്റെ +2 ശേഷം പിന്നെ ഡിഗ്രിക്ക് പഠനത്തിന് ഡിഗ്രി പഠനം കംപ്ലീറ്റ് ചെയ്യാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ അത് അവിടെ വെച്ച് ഞാൻ ഡ്രോപ്പ് ചെയ്യാനൊക്കെ വിചാരിച്ചത്. കാരണം പിതാവിന്റെ അപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ട് പിന്നെ നമ്മള്
നമ്മളെ കൊണ്ട് പറ്റുന്ന പുള്ളിക്കും ഒരു സപ്പോർട്ട് ആവട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ എന്റെ പ്രൊഫഷനിലേക്ക് ഞാൻ ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഞാൻ പതിയെ 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 ചെറിയ രീതിയിലൊക്കെ ഞാൻ ആദ്യം ഞാൻ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ തുടങ്ങിയില്ല. ഒരാളുടെ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ ഇങ്ങനെ പോവായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? നമ്മള് ഹാർഡ് വർക്ക് ചെയ്യും. എന്തെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയിട്ടായിരിക്കും നമ്മൾ അധ്വാനിച്ചിട്ട് രാത്രിയാകുമ്പോഴേക്കും എന്തെങ്കിലും നമുക്ക് അവര് തരുമല്ലോ എന്നുള്ള ഒരു കരുതലും നമുക്കൊരു ആശയൊക്കെ ഉണ്ടാവല്ലോ. അങ്ങനെ പിന്നെ അവരുടെ കൂടെ പോയി കഠിനാധ്വാനം ചെയ്യും. പക്ഷെ രാത്രിയാകുമ്പോഴേക്കും അവർ പറയും പൈസ തന്നില്ല, അതിന്റെ ഓണർ പൈസ തന്നില്ല, അതുകൊണ്ട് പിന്നെ എടുക്കാന്ന് പറയും. അപ്പൊ നമ്മള് വീണ്ടും നിരാശയാണ് വരുന്നത്. നമ്മള് രാവിലെ മുതല് വൈകുന്നേരം വരെ അവരോട് കൂടെ ജോലി ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ഒരു വേതനം നമുക്ക് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണല്ലോ നമ്മൾ അധ്വാനിക്കുന്നത്. അപ്പൊ ആ വേതനം നമുക്ക് ആ നന്മ കിട്ടുമ്പോൾ നമ്മുടെ പിതാവിന് അതൊരു ഒരു ഹെൽപ്പായി മാറുമല്ലോ. നമ്മുടെ ഒരു നന്മ അത് പിതാവിന് കൂടി ഒരു സപ്പോർട്ടീവായിട്ട് മാറുമല്ലോ എന്നുള്ള കരുതിയിട്ടാണ് ഈ ഞാനൊരു അസിസ്റ്റന്റ് ആയിട്ട് പിന്നെ ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ ഒരു വ്യക്തിയിൽ നിന്ന് പിന്നെ പൈസ കിട്ടാതെ വന്നപ്പോൾ വേറൊരു വ്യക്തിയോട് ജോലിക്ക് വേണ്ടി സമീപിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ എന്റെ കൂടെ വന്നോളൂ, കുഴപ്പമില്ല, ഓക്കെ ഇന്ന് എന്റെ കൂടെ ഇനി മുതല് വന്നോളൂ. അദ്ദേഹത്തിന്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെയും അവിടെ ചെല്ലുമ്പോ നമ്മൾ അധ്വാനിക്കുന്നു, പുള്ളി അവിടെ ഒക്കെ മാറി നിൽക്കും, നമ്മളിങ്ങനെ കിടന്ന് സിൻസിയർ ആയിട്ട് കഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മളെ ചിന്ത എന്താ, രാത്രിയാകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു വേതനം നമുക്ക് അദ്ദേഹം തരുമല്ലോ, സിൻസിയർ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകും. പിന്നെ അദ്ദേഹം പറയാൻ തുടങ്ങി ഇങ്ങനെ ഇതുപോലെ പൈസ സാങ്ഷൻ ആയിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള ഒരുപാട് ഒരുപാട് 100 എക്സ്ക്യൂസുകളൊക്കെ പുള്ളി പറയും. പക്ഷെ ആക്ച്വലി കാര്യങ്ങൾ എന്താ വെച്ചെങ്കിൽ ഇവര് ഓൾറെഡി അതിന്റെ ഫണ്ട് ഓൾറെഡി ഇവര് മേടിച്ച് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞു. പക്ഷെ പിന്നെ നമ്മുടെ വേതനം തരാൻ അവരുടെ അടുത്ത് പൈസ ഇല്ല. പിന്നെ വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് കിട്ടും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന കൊട്ടേഷൻ പിടിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ സാമ്പത്തിക നന്മയായിരിക്കാം നമുക്കൊക്കെ ചെറിയ തുച്ഛമായിട്ടുള്ള വേതനം തരാൻ വേണ്ടിയിട്ട് അവർ വിനിയോഗിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയായപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ്. കാരണം രാവിലെ മുതല് വീട്ടുകാരും പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. കാരണം ഇപ്പൊ ഇങ്ങനെ എല്ലാ ദിവസവും ഇവിടുന്ന് പൊതിച്ചോറും കെട്ടിയും കൊണ്ട് പോകുന്നുണ്ട്, ജോലിക്കായിട്ട് പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോ ഒരു വെറും കൈയോടെ വരുന്നു, ഒന്നും ഒരു വേതനവും ലഭിക്കാത്ത രീതിയിൽ. അങ്ങനെ പിന്നെ ഞാൻ സ്വയം തീരുമാനിച്ചു, വേറെ ആരുടെയും കീഴിൽ നിൽക്കുന്നില്ല. അങ്ങനെ പിന്നെ സ്വയമായിട്ട് അറിയുന്ന ജോലി നമുക്ക് ആരെയും ആശ്രയിക്കാണ്ട് നമുക്ക് ഒരു ധൈര്യം ഉണ്ടെങ്കിൽ, വിൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ മുന്നോട്ട് പോയി. അവിടെ പട്ടാമ്പിയുടെ ദേശത്ത് ഞാൻ ഈ സൈൻ ബോർഡിന്റെ വർക്കുകളൊക്കെ സ്വന്തമായിട്ട് തന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ചെറിയ രീതിയിലൊക്കെ ചെറിയ ചെറിയ രീതിയിലൊക്കെ തുച്ഛമായിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് അന്നത്തെ സമയത്ത് ചെറിയ രീതിയിലൊക്കെ ഉള്ള വരുമാനം കിട്ടാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ വീട്ടിന് നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ട് മാറാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു എന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാന് പട്ടാമ്പി എന്ന് പറയുന്ന ദേശത്ത് ഞാന് ടൗണില്, ഞങ്ങൾ അവിടുന്ന് ഏകദേശം ഒരു 2-3-4 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഞങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്ത്. അവിടുന്ന് അപ്പോ പ്രത്യേകിച്ച് അവിടുത്തെ ഒരു അന്തരീക്ഷം പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ എന്ന് പറയുമ്പോ മലബാറിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയല്ല ഞാൻ പറയുന്നത്, വർഷങ്ങൾക്ക് മുന്നേ ഉള്ള, അതായത് ഒരു 2003-2004 കാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥിതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അന്നെന്ന് പറയുമ്പോൾ അവിടെ ക്രൈസ്തവരായിട്ടുള്ള ആരും അവിടെ മിഷണറി ആയിട്ടോ അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടിയോ ഒന്നും പ്രവർത്തിക്കുന്ന ഒരു രീതിയൊന്നും അവിടെ ഇല്ലായിരുന്നു അന്ന് ഞാനൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്ന സാഹചര്യം. അപ്പൊ അവിടുത്തെ മലബാറിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാത്ത തന്നെ എല്ലാവർക്കും അറിയാം. കാരണം പൊതുവെ മുസ്ലിംസും
അതുപോലെ തന്നെ ഹിന്ദുക്കൾ മാത്രം അടങ്ങുന്ന സൊസൈറ്റിയാണ് ശരിക്കും പാലക്കാട് ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോ അവിടെ നിന്നാണ് പിന്നെ ഞാൻ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് മുഖാന്തരമായത്. അപ്പൊ ആ മുഖാന്തരമായ കാര്യം ഞാൻ പറയാം. അപ്പൊ ഞാൻ എൻ്റെ കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റിക് രംഗത്ത് ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈൻ ബോർഡിന്റെ വർക്ക് ഞാൻ ടൗണിന്റെ ഹൃദയഭാഗത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഏകദേശം ആ ജോലി കംപ്ലീറ്റ് ആവാറായി. അപ്പോഴാണ് ഒരു അങ്കിള് വന്നിട്ട് എന്നെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ ഇതുപോലെ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരാമോ? ജോലി കഴിഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് സാവകാശം പോലെ ഞങ്ങളെ കാണാനും ഒരു ആവശ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു എന്തെങ്കിലും വേറെ ആവശ്യങ്ങൾക്കായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ സൈൻ ബോർഡിന്റെ വർക്ക് എന്തെങ്കിലും തരാനായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാനും അത്ര ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞാൻ പിന്നെ ആ സൈൻ ബോർഡിന്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ആയപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോയി. തൊട്ടടുത്ത് തന്നെ ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് അവരുടെ വീട്. അങ്ങനെ അവരുടെ പേര് തമ്പിച്ചായൻ, പ്രസന്ന ആന്റി എന്നാണ്. രണ്ട് വ്യക്തികളും ഇന്നും ജീവനോടെ ഇരിക്കുന്നു. അവർ മുഖാന്തരം ആണ് അവരാണ് എന്നോട് ആദ്യമായിട്ട് ഈ സത്യജീവനുള്ള ദൈവത്തെ കുറിച്ച് എന്നോട് ഷെയർ ചെയ്യുന്നത്. ഗോസ്പൽ എന്നോട് ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് ആ വ്യക്തികളാണ്, ഈ പ്രസന്ന ആന്റിയും തമ്പിച്ചായനുമാണ്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, അവര് ആ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുവാനൊക്കെ ഇടയായി തന്നു. അങ്ങനെ ഞാൻ ചെന്നപ്പോഴാണ് പിന്നെ അവരുടെ വീടിന്റെ ഫ്രണ്ടില് ദൈവത്തിന്റെ വചനം എഴുതി വെച്ചിട്ടുള്ള ഒരു ചുമര് എന്നെ കാണിക്കാൻ ഇടയായി. അതായത് ടൗണിന്റെ ഹൃദയഭാഗത്ത്, പട്ടാമ്പി ടൗണിന്റെ ഹൃദയഭാഗത്ത്. അപ്പൊ ഇവരുടെ വീടിന്റെ ആ തൊട്ടടുത്ത് കൂടെയാണ് ഈ ബസ്സുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വാഹനങ്ങളും പോകുമ്പോ അവരുടെ ഫ്രണ്ടിലുള്ള ചുമരിൽ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതെല്ലാ വഴിയാത്രക്കാർക്കും അതിലൂടെ കാൽനടയായിട്ട് നടന്നു പോകുന്ന എല്ലാവർക്കും കാണാൻ പറ്റും. അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, അവർക്ക് അത് വായിക്കാൻ പറ്റും. ആ രീതിയിലായിരുന്നു ആ ചുമര് അറേഞ്ച് ചെയ്ത് വെച്ചത്. ഇവരുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പൊ അവിടെ ഞാൻ ചെന്നതിന് ശേഷം തമ്പിച്ചായ എന്നെ വിളിച്ചിട്ട് കൊണ്ടുപോയി കാണിച്ചു. ഈ ഒരു വർക്ക് ചെയ്യാനായിരുന്നു സഹോദരനെ ഞാൻ അവിടുത്തെ വിളിച്ചത്. അതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോ പഴയ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷങ്ങളായി അത് പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് വചനങ്ങൾ എഴുതി വെച്ചിരിക്കുവായിരുന്നു. അപ്പൊ അത് വചനങ്ങൾ എഴുതി വെച്ചിരിക്കുമ്പോ മൊത്തം ഈ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോയിട്ടും പൊടി അടിച്ചിട്ടും, അതുപോലെ തന്നെ വെയിലൊക്കെ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പൊ വെയിലൊക്കെ അടിച്ചിട്ട് അത് മൊത്തമായിട്ട് ഫെയ്ഡ് ആയി കിടക്കുവായിരുന്നു ഈ വചനങ്ങൾ എഴുതി വെച്ചത്. അപ്പൊ അത് പുതുതായിട്ട് പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ അത് റീറൈറ്റ് ചെയ്ത് കൊടുക്കാനായിരുന്നു അദ്ദേഹം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ചെയ്തു തരാം. എനിക്ക് കുറച്ചും കൂടി ബിസി ആയിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ആ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ വന്നിട്ട് ഞാൻ എന്തായാലും എനിക്ക് സാവകാശം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ അത് വൃത്തിയായിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് സമയം അവരോടൊപ്പം ഞാൻ ചെലവഴിക്കാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സത്യജീവനുള്ള ദൈവത്തെ കുറിച്ച് അവര് എന്നോട് ഷെയർ ചെയ്യുന്നത്, ഗോസ്പൽ ഷെയർ ചെയ്തതിന്റെ ഒരു കാരണം കൂടിയുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്റെ മൂത്ത സഹോദരി മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളിലൂടെയും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളിലൂടെയൊക്കെ ഒരു രോഗത്തിൻ്റെതായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എനിക്ക് എന്റെ ഒരു മനസ്സിൽ എന്ന് പറയുമ്പോൾ എന്റെ ചെസ്റ്റിലെ വലിയൊരു ഭാരം നമ്മളെ ഒരു വലിയൊരു കരിങ്കല്ല് നമ്മൾ കയറ്റി വെച്ചാൽ എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ? ഒരു ഭാരം നമ്മൾ പേറിക്കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയല്ലേ, ചുമന്ന് നടക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ആ ഒരു അവസ്ഥയായിരുന്നു എന്റെ അപ്പോഴത്തെ ഒരു അവസ്ഥ. ആ അവസ്ഥയിലായിരുന്നു ഈ കുടുംബത്തെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ അപ്പൊ എന്റെ വീട്ടിലെ അവസ്ഥകളും അപ്പോഴത്തെ ആ ഒരു പ്രസന്റ് കണ്ടീഷനൊക്കെ അവരെ ചോദിച്ചറിയാൻ. അങ്ങനെ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തു. ഇങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളും വീട്ടിന്റെ അവസ്ഥ
ഇന്നതുപോലെയാണ് കടന്നു പോകുന്നത്. മൂത്ത സഹോദരിക്ക് ഇങ്ങനെ ഒരു പ്രയാസം ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മാനസികമായിട്ട് വളരെയധികം ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല, എവിടെ പോയിട്ട് എന്ത് ചെയ്യണം, പുള്ളിയുടെ പരിപൂർണമായിട്ടുള്ള ഒരു വിടുതല എവിടെ കൊണ്ട് നടക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനോട് പറയുവാനുണ്ട്. അതോടൊപ്പം തന്നെ പിതാവ് എന്ത് ചെയ്തു, പിതാവ് ജാതീയമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തിന്റെ രോഗം മാറുവാൻ വേണ്ടിയിട്ട് മന്ത്രങ്ങളും മന്ത്രവാദിയെ കൊടുന്നിട്ട് പല 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 രീതിയിലുള്ള എന്താ പറയാ കൂടോത്രം കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷെ അവിടെ കൊണ്ടൊന്നും ഇതിന് ശമനം വരുന്നില്ല. ഇതിന് ഒരു മാറ്റവും ഇല്ല. പുള്ളിക്കാരി അനുദിനവും ഇങ്ങനെ ഈ ഒരു പ്രയാസം കൂടി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങള് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എല്ലാവരും വളരെയധികം നിരാശയുടെ ഒരു അവസ്ഥയിലൂടെ കടന്നു. ആ ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ തമ്പിച്ചായനെയും എന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ അവരെ പരിചയപ്പെടാനൊക്കെ ദൈവം എനിക്ക് അവസരങ്ങൾ തന്നത്. അങ്ങനെ അവിടെ ചെന്ന് അവരോട് ഞാൻ ഓപ്പൺ ആയിട്ട് എന്റെ കാര്യങ്ങളെ പറഞ്ഞു. ഇങ്ങനെ അതുപോലെ എനിക്കൊരു മൂത്ത സഹോദരിയുണ്ട്. മൂത്ത സഹോദരി ഇതുപോലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാണ്. പിന്നെ വീട്ടിലെ ആകെ ഒരു വരുമാനം എന്ന് പറയുന്നത് പിതാവ് മാത്രമേ ഉള്ളൂ. അപ്പൊ പിതാവിന് ഒരു കൈത്താങ്ങായി മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും എന്റെ വിദ്യാഭ്യാസമൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഈ പ്രൊഫഷനിലേക്ക് ഇറങ്ങി എന്നൊക്കെ അദ്ദേഹത്തിനോട് ഞാൻ ഷെയർ ചെയ്തു. അങ്ങനെ ഞാന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ അപ്പോഴത്തെ ഒരു സാഹചര്യം വളരെയധികം ഒരു പരിതാപകരമായിട്ടുള്ള, മാനസികമായിട്ടും യാതൊരു രീതിയിലും ഒരു റിലാക്സും ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് പുള്ളിക്കാരന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, ഇതുപോലെ ഞങ്ങള് വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. ബ്രദറിന് ആ ദൈവത്തെ ഞങ്ങൾ പരിചയപ്പെടാനായിട്ട് ആഗ്രഹിക്കുവാണ്. ഞങ്ങള് അല്പമായിട്ടുള്ള ആ ദൈവത്തെ കുറിച്ച് കുറച്ചൊരു ഷോർട്ട് ഞങ്ങള് ഒരു സുവിശേഷം പറയാനായിട്ട് അവര് അന്ന് ഞാനുമായിട്ട് ഷെയർ ചെയ്തു ഈ ദൈവത്തെ കുറിച്ച്. അപ്പൊ എനിക്ക് ഈ ദൈവത്തെ കുറിച്ച് യാതൊരു അറിവുമില്ല. അങ്ങനെ ക്രൈസ്തവരുടേതായ ഒരു ദൈവമാണ് യേശു എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഞാനും അന്ന് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണല്ലോ പൊതുവായിട്ട് നമ്മള് മനസ്സിലാക്കുന്നത്, ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങൾ എന്നുള്ള ഒരു രീതി. അപ്പൊ ഹിന്ദുക്കൾക്ക് അറിയാലോ, മുക്കോടി ദേവി ദേവഗണങ്ങളൊക്കെ ആരാധിക്കുന്നവരാണ് ഹിന്ദു ആൾക്കാർ. അപ്പോ ഞാന് അന്ന് യേശുക്രിസ്തു എന്ന് പറയുമ്പോ എന്റെ മനസ്സിലുള്ള ഒരു ചിന്താഗതി എന്ന് പറയുമ്പോ അത് ഒരു ക്രൈസ്തവരുടെ ഒരു 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 ദൈവമാണല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. പക്ഷെ അവര് പറയുന്നതൊക്കെ ഞാനിങ്ങനെ എന്താ പറയാ സൈലന്റ് ആയിട്ട് കേട്ടിരുന്നു. ആ ദൈവത്തെ കുറിച്ച്, ദൈവം ചെയ്ത പ്രവൃത്തികളും, ആ ദൈവം പാപികൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, പാപത്തിന്റെ നമ്മളൊക്കെ വഹിക്കേണ്ടതായ പാപത്തെയാണ് സ്വയം ക്രൂശിൽ വരിച്ചത് എന്നൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യുവാനൊക്കെ. അപ്പൊ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് കേട്ടിരുന്നു. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലല്ലോ, നമ്മള് വായിച്ചിട്ടോ ഇല്ല. അപ്പൊ അതിൻ്റെതായ രീതിയിൽ നമ്മൾ കേട്ടു. ഞാനത് റിജക്ട് ചെയ്യാനൊന്നും പോയില്ല, ഞാനത് ഉൾക്കൊണ്ടു. അവര് പറയുന്നതിനനുസരിച്ച് ഓക്കെ ശരി എന്നുള്ള രീതിയിൽ നമ്മള് അതിനനുസരിച്ച് ഇങ്ങനെ അവിടെ ഇരുന്നു. അവിടെ ഇരുന്നിട്ട് അതിനുശേഷം തമ്പിശായ എന്നോട് പറഞ്ഞു, ഇതുപോലെ ഞാനൊരു ന്യൂ ടെസ്റ്റമെന്റ് ബൈബിള് തരാം, ബ്രദർ അത് വീട്ടിൽ പോയിട്ട് സാവകാശം ഒക്കെ വായിക്കണം. അപ്പൊ വായിക്കുമ്പോ ബ്രദറിന് അത് ആ ചേഞ്ച് ദൈവം തരും എന്നുള്ള പൂർണ്ണ ഒരു ബോധ്യം പുള്ളി എനിക്ക് തരുവാനൊക്കെ ഇടയായി. അങ്ങനെ ഞാൻ ആ ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിളുമായിട്ട് ഞാൻ വീട്ടിലോട്ട് ചെന്നു. വീട്ടിലാണെങ്കിൽ അന്ന് കറണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. മണ്ണെണ്ണ വിളക്കിലായിരുന്നു ഞങ്ങൾ നമ്മുടെ വീട്ടിനകത്തുള്ള വെട്ടെന്ന് പറയുന്നത്. മണ്ണെണ്ണ വിളക്കായിരുന്നു ഞങ്ങളുടെ ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് അന്ന് റൂമും കാര്യങ്ങളൊന്നും, സെപ്പറേറ്റ് റൂമും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു ഒരു ഓല കൊണ്ട് കെട്ടിയ ഒരു വീട്ടിലായിരുന്നു അന്ന് ഞങ്ങൾ കഴിഞ്ഞു കൂടിയിരുന്നത്. കാരണം പുതിയ വീട് ചെയ്യാനിരുന്ന സമയത്തായിരുന്നല്ലോ ഈ മൂത്ത സഹോദരിക്ക് ഇങ്ങനെ ഒരു അനുഭവം, ഒരു രോഗാവസ്ഥ വന്നതും പിന്നെ പുള്ളിയായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നടക്കാനുള്ള ഒരു സാഹചര്യമായി. അങ്ങനെ പിന്നെ വീടിന്റെ കാര്യങ്ങളൊന്നും ആവാത്തതിന്റെ പേരിൽ ആ
എല്ലാവരും ഒരു റൂമില് താമസിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഇത് ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിള് കൊണ്ടുപോയിട്ട് എങ്ങനെ വായിക്കും എന്നുള്ള ഒരു ചിന്താഗതിയാണ്. കാരണം ഇത് ആരും കാണാതെ വായിക്കും വേണം. കാരണം കണ്ടു കഴിഞ്ഞാൽ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആവണ്ട എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ഞാനത് പിന്നെ കൊണ്ടുപോയി. പിന്നെ ഞാൻ പതുക്കെ 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 സാവകാശം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ വായിക്കാൻ തുടങ്ങി. വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് ഇത് പറയുന്നത്. ഞാൻ ഇങ്ങനെ ഈ ഗ്രാജുവലി ഇങ്ങനെ വായിച്ച് വായിച്ച് മുന്നോട്ട് പോകുന്തോറും ഞാൻ എന്റെ അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ് ഞാൻ ഷെയർ ചെയ്തല്ലോ, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തല്ലോ. എന്റെ ചെസ്റ്റിൽ ഒരു വലിയൊരു കരിങ്കല്ലിന്റെ ഒരു ഭാരം കയറ്റി വെച്ച ഒരു അവസ്ഥയിലൂടെയായിരുന്നു കടന്നുപോയി. അപ്പൊ ഈ വായിക്കും തോറും എനിക്ക് എന്റെ ഉള്ളിൽ എന്റെ ഈ ചെസ്റ്റിലുള്ള ഈ ഭാരം പതിയെ പതിയെ ഗ്രാജുവലി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു ജീവനുള്ള ഒരു ദൈവമാണ്. കാരണം ഞാനിത് വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു മാറ്റം എന്നിൽ അത് വെളിപ്പെട്ട് വരാൻ തുടങ്ങി. എനിക്കത് അനുഭവിച്ചറിയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഒരു യാഥാസ്ഥികമായ, അതായത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എനിക്കത് നേരിട്ട് അറിയാൻ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഞാൻ പിന്നെ തമ്പിച്ചാനെ വീണ്ടും വീണ്ടും കാണാൻ പോകും. അവരോട് കൂടെ ഞാൻ കുറച്ച് സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യും. വീട്ടിൽ ചെന്നിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പൊ അതോടൊപ്പം ഈ പറഞ്ഞ വർക്കുകളൊക്കെ ഞാൻ പതുക്കെ 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 ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവരുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നല്ല അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അത് നല്ല രീതിയിൽ അത് ചെയ്തു കൊടുക്കാനൊക്കെ പറ്റി. ഞാൻ കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തു. ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ സ്ട്രഗിൾ ഒക്കെ ചെയ്തു. കാരണം ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പിന്നെ ഈ ഒത്തിരി പൊടികളും പൊല്യൂഷനൊക്കെ ഉണ്ടാവുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളൊക്കെ പോകുമ്പോൾ അതിന്റെ പൊടി അടിക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കിടന്നിട്ടാണ് ഈ പെയിന്റിങ് ചെയ്യുന്നതും എഴുതുന്നതൊക്കെ. കാരണം ഒരു നല്ല ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്, വീടിന്റെ തൊട്ട ചുമരുമാണ് എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ പിന്നെ എന്തായാലും നല്ല രീതിയിൽ അത് ചെയ്തു. ദൈവം അത് എന്നെ സഹായിച്ചു. കുറെ ഉറുമ്പുകളുടെ കടിയൊക്കെ കൊള്ളുവാനൊക്കെ ഇടയായി തീർന്നു ഞാൻ അത് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഞാൻ അതിലൊന്നും വക വെക്കാണ്ട് ഞാൻ അത് എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യണം, എത്ര റിസ്ക് എടുത്താലും അത് ചെയ്യണം എന്നുള്ള ഒരു എന്താ പറയാ, ഒരു ദൃഢനിശ്ചയം എടുത്തതുപോലെ പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി. കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ അവരുമായിട്ട് ഞാൻ നല്ലൊരു ഒരു എന്താ പറയാ, നല്ലൊരു ആത്മീയ ബന്ധം പതിയെ പതിയെ ഉടലെടുക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ തമ്പിച്ചാനും പ്രശ്നാന്റിയും അവര് അന്ന് അവർക്ക് മക്കളൊന്നും ഇല്ലായിരുന്നു. അവർക്ക് മക്കളൊന്നും ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ മക്കളൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് വസ്തുക്കളൊക്കെ സഭയ്ക്ക് വേണ്ടിയിട്ട്, സഭ പണിയാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പട്ടാമ്പിൽ തന്നെ വേറൊരു സ്ഥലത്ത്, വേല പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഒരു ചർച്ചൊക്കെ അവിടെ പടുത്തു ഉയർത്തി. അങ്ങനെ അവിടെ ഒരു ക്ലാസ്സിനൊക്കെ അവിടെ വന്നു. അവിടെ ഒരു ആരാധനയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വർഷങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ആരാധനയിലേക്ക് തമ്പിച്ചാൻ എന്നെ ഇൻവൈറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. എന്നോട് പറഞ്ഞു, ബ്രദറ് വരണം, ബ്രദറ് ഞായറാഴ്ച അവധി കിട്ടുന്നതിനനുസരിച്ച് ബ്രദറ് എന്തായാലും നിങ്ങള് ഞായറാഴ്ചയും നിങ്ങൾക്ക് ജോലിയൊന്നും കാണത്തില്ലല്ലോ, നിങ്ങൾ എന്തായാലും അവധിയൊക്കെ എടുക്കും, എവിടെയെങ്കിലും പോവാനൊക്കെ നിങ്ങൾ അവധി കാണുമല്ലോ. അപ്പൊ അവധി എടുക്കുമല്ലോ, നിങ്ങളുടെ സ്വന്തം ജോലി തന്നെയാണല്ലോ, അല്ലാണ്ട് വേറെ ആരുടെയും കീഴിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിലൊന്നല്ലല്ലോ ജോലി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ അവധി എടുത്തിട്ട് എവിടേക്ക് വേണമെങ്കിൽ പോവാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഞായറാഴ്ചത്തെ ആരാധനയിലേക്ക് അവര് എന്നെ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ ഞാനിത് വീട്ടിലിത് അറിയുകയും ചെയ്യരുത്, ആരാധനയ്ക്ക് പോകുന്ന കാര്യം അറിയുകയും ചെയ്യരുത്. വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹോട്ടലും പ്രശ്നങ്ങളൊക്കെ വരും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ ആ സമയത്ത് തന്നെ ഒരു ഡ്രോയിങ് ക്ലാസ് ഒക്കെ ഞങ്ങൾക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു വേറൊരു സ്ഥലത്ത് പോയിട്ട്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഈ ബൈബിള് ബൈബിള് ഞാൻ മടക്കി പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വീട്ടുകാരോട് പറയുന്നത് ഞാൻ മറ്റേ ഡ്രോയിങ് ക്ലാസ്സിന് പോവുകയാണ്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഞാൻ കയ്യില് കവറില് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് ബൈബിളാണ്.
പക്ഷെ അവരത് അറിയുന്നില്ല. അപ്പോ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആദ്യം ഞാൻ ആരാധന കൂടിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പിന്നെ അവിടുത്തെ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും കഴിച്ചിട്ട് ലഞ്ചിന് കഴിച്ചിട്ടാണെന്ന് പിന്നെ ഞാൻ ഡ്രോയിങ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാന് പിന്നെ മാസങ്ങളോളം പിന്നെ ഡ്രോയിങ് ക്ലാസ് കഴിഞ്ഞ് മുന്നോട്ട് പോയി. അങ്ങനെ അതിനുശേഷം പിന്നെ എനിക്ക് മസ്കറ്റിലേക്ക് പോകാനുള്ള ഒരു അവസരം 2008 ലാസ്റ്റോട് കൂടിയിട്ട് ദൈവം എനിക്ക് അത് ഒരുക്കാൻ തുടങ്ങി. അതിന്റെ മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതാണ് ഞാന് പതുക്കെ പതുക്കെ പിന്നെ ശ്വാസത്തിലേക്ക് വേരൂന്നി വളരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വീട്ടുകാരൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ഈ ആരാധനയ്ക്ക് പോകുന്ന കാര്യവും ഇങ്ങനെ ഒരു ആരാധന കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന കാര്യമൊന്നും വീട്ടുകാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. വീട്ടിലൊന്നും പറയാണ്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ പതുക്കെ 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 എന്റെ എനിക്ക് മനസ്സിന് സമാധാനം, അതുപോലെ തന്നെ എന്റെ ഉള്ളിലുള്ള ആ ടെൻഷനുകളൊക്കെ ഭയങ്കര ഒരു ഭയങ്കര മാറ്റം വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ദൈവം ഒരു 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 ഭയങ്കര ഒരു ഭയങ്കര പവർ ഉള്ള ഒരു ദൈവമാണെന്ന് എനിക്ക് പേഴ്സണലി രുചിച്ചറിയാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാന് ഈ ദൈവത്തെ തന്നെ പിൻപറ്റണം എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ദൃഢനിശ്ചയം എനിക്ക് എടുക്കുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ദേവദാസിനോട് ഞാൻ എല്ലാ എല്ലാ ഞായറാഴ്ചയും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആരാധന മുടക്കാതെ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്ത് പോയി. ഫോളോ ചെയ്ത് പോയപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, ഈ ദൈവത്തെ കൂടുതലായിട്ടൊന്ന് രുചിച്ചറിയണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? അപ്പൊ ഇങ്ങനെ നോർമൽ ആയിട്ട് ഒരു വിശ്വാസി എന്നുള്ള ഒരു ഐഡന്റിറ്റി പോയിട്ട് കാര്യമില്ല. അപ്പോ ഞാൻ എന്റെ ദേവദാസനോട് ചോദിച്ചു, ദേവദാസനെ എനിക്ക് ഈ ദൈവത്തോട് കൂടുതലായിട്ടൊന്ന് അടുക്കണം. ഈ ഈ ദൈവത്തിന്റെ സ്നേഹം ഒന്നുകൂടി ഒന്ന് എനിക്ക് രുചിച്ചറിയണം. അതിനെന്ത് ചെയ്യണം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എന്റെ ദേവദാസൻ പറഞ്ഞു, അതിന് ആ ദൈവത്തെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ വചനങ്ങൾ എന്താണെന്ന് വചനങ്ങളെ കുറിച്ച് നമുക്ക് നല്ലതായിട്ട് നമ്മൾ പഠിക്കണം. വചനം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് പുള്ളി നോർമലായിട്ട് പറഞ്ഞു. പിന്നെ അതോടൊപ്പം എന്നോട് പറഞ്ഞു, ദൈവം നമ്മളോട് പറഞ്ഞ ഒരു കൽപ്പനയുണ്ട്. ആഹ് വിശ്വസിക്കുന്നവരെല്ലാം സ്നാനപ്പെടണം എന്നുള്ള ഒരു കൽപ്പന. അത് നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ പാസ്റ്ററെ, ഞാൻ അതിന് വില്ലിങ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, ദേവദാസൻ ചോദിച്ചു, വീട്ടിൽ അറിഞ്ഞ പ്രശ്നമാവില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല പാസ്റ്ററെ. അത് 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 പിന്നെയുള്ള കാര്യം പിന്നെയല്ലേ. ഏഹ് അപ്പൊ നാളത്തെ കാര്യം പിന്നെ നാളെയല്ലേ ഞാൻ ചോദിക്കാനിടയായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും സ്നാനപ്പെടണം പാസ്റ്ററെ. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാന് 2006 ഡിസംബർ 31 ഞാന് സ്നാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അന്ന് ഞാന് വീട്ടിൽ നിന്ന് ഡ്രസ്സും എല്ലാം ആയിട്ട് ഞാൻ പോവാണ്. കാരണം 31 കൂടി ആണല്ലോ, ഡിസംബർ 31 കൂടിയാണ്. അപ്പൊ പ്രത്യേകം അവിടെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്, ഹോൾ നൈറ്റ് പ്രയർ ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിന് സംബന്ധിക്കാൻ പറ്റത്തില്ല. കാരണം പിതാവ് വീട്ടിലേക്ക് വരുമ്പോഴേക്കും എനിക്ക് ഈ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരണം. പുള്ളി അവിടെ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും എനിക്ക് അവിടെ അറ്റൻഡിങ് ആവണം. അവിടെ നിൽക്കാനുള്ള ഒരു സ്പേസ് എനിക്കില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ സ്നാന ശുശ്രൂഷ പകലായിരുന്നു നടത്തുന്നത്. ഏകദേശം ഒരു 4 മണി, 3:30 4 മണിയോട് കൂടിയിട്ടായിരുന്നു ഈവനിങ്ങില് സ്നാന ശുശ്രൂഷ നടക്കുന്നത്. അതിനുശേഷമായിരുന്നു പിന്നെ വൈകുന്നേരമായിരുന്നു ഓൾ നൈറ്റ് പ്രയർ 31ന്റെ പ്രയർ നടക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പെട്ടെന്ന് അവിടെ 2-3 പേര് എന്നോടൊപ്പം സ്നാനപ്പെടാനുണ്ടായിരുന്നു. അന്ന് എന്നെ സ്നാനപ്പെടുത്തിയത് അവിടെ തന്നെയുള്ള സെൻട്രൽ പാസ്റ്റർ ആയിരുന്ന ബിജോയ് കുര്യാക്കോസ് എന്ന് ഇപ്പോഴും ദൈവവേലയോടുള്ള ബന്ധത്തിൽ പുള്ളി സെൻട്രൽ പാസ്റ്റർ ആയിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ കരങ്ങളാലാണ് ഞാൻ സ്നാനപ്പെടുവാനൊക്കെ ഉള്ള അവസരങ്ങൾ ദൈവം ഓപ്പൺ ആക്കി തന്നത്. പിന്നെ അതിനുശേഷം സ്നാനപ്പെട്ടതിന് ശേഷവും ഞാൻ നോർമലായിട്ട് വീട്ടിലേക്ക് വരുന്നു. പിന്നെയും ഞാന് എന്റെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. പക്ഷെ വീട്ടുകാർ ഇതൊന്നും, ഈ മാറ്റങ്ങളും കാര്യങ്ങളും ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നതൊന്നും വീട്ടുകാർ അറിയുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിന്റെ അവസ്ഥ അപ്പോഴും നോർമലി ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നില് എനിക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എന്നില് മാറ്റങ്ങൾ വരാൻ തുടങ്ങി എന്ന് പറയുമ്പോ എനിക്ക് മുന്നോട്ട് ജീവിക്കണം എന്നുള്ള ഒരു നിരാശയൊക്കെ മാറി. എങ്ങനെങ്കിലും മുന്നോട്ട് ജീവിക്കണം, അതുപോലെ തന്നെ എങ്ങനെങ്കിലും സിസ്റ്ററിനെ നല്ല നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് മുന്നോട്ട് എങ്ങനെങ്കിലും റിക്കവർ ആയിട്ട് വരണം എന്നൊക്കെ ഉള്ള ഒരു പിന്നെ സിസ്റ്ററിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു
പതുക്കെ പതുക്കെ തരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പതിയെ 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 വിശ്വാസത്തിലേക്ക് ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ എന്ന് പറയുമ്പോ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടായിരുന്നു ഞങ്ങളെ ആ ദേശത്ത്, പെരുമുടിയൂർ ദേശത്ത്. ഞങ്ങൾക്ക് എനിക്ക് ചുറ്റും ഒരുപാട് ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ മനസ്സിലായി ഇവൻ എന്തോ വേറൊരു രീതിയിലേക്ക് മാറാൻ തുടങ്ങുന്നതാണ് എന്നുള്ള അവര് പതിയെ പതിയെ മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം അവിടെയുള്ള ദേവദാസന്മാരൊക്കെ ഈ ദൈവവേലയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് അവരോട് കൂടെ ഞാൻ നടക്കുകയും അവരോട് കൂടെ ഇരിക്കുകയൊക്കെ ചെയ്തപ്പോ ഈ പുറത്തുനിന്നുള്ള വ്യൂ അവര് വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇവൻ എന്തോ ഒരു വേറെ രീതിയിലാണല്ലോ, ഇവന്റെ മുന്നോട്ടുള്ള നീക്കങ്ങളൊക്കെ വേറെ വ്യത്യസ്തമാണല്ലോ, ഇവനെന്തിനാ അവരോട് കൂടെ നടക്കുകയും അവരോട് കൂടെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഉള്ളിൽ ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നോട് ഇത് ഓപ്പൺ ആയിട്ട് പറയുന്നുമില്ല. പക്ഷെ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി അവരുടെ ഓരോ സംസാര രീതിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അവര് ബാഹ്യ അതായത് ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒക്കെ എന്നോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്തിനാ അവരുടെ കൂടെ നടക്കുന്നത്, എന്താ നിന്റെ കാര്യം, എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷെ ഞാനത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ അവര് എന്നോട് ഇങ്ങനെ ചോദിക്കാനൊക്കെ തുടങ്ങി. പിന്നെ നീ അങ്ങനെ അങ്ങനെ പോയാൽ നിന്റെ പെങ്ങന്മാരുടെ കല്യാണം നടക്കും, അങ്ങനെ നടക്കും, ഇങ്ങനെ നടക്കും എന്നുള്ള 100 ചോദ്യങ്ങളൊക്കെ അവര് എന്നോട് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞ ദൈവം സർവശക്തനായ ദൈവമാണ്, സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവമാണ്. ആ ദൈവത്തിന് എന്റെ ഒരു നിസാര കാര്യത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാതിരിക്കുവോ എന്ന് ഞാൻ അവരോട് തിരിച്ച് മറുപടി പറയാൻ തുടങ്ങി. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് കൈവിട്ടു പോയ കേസാണെന്നുള്ള രീതിയിൽ അവര് പിന്നെ നമ്മളോട് അടുക്കാൻ വരാതെയാൽ അവര് പിന്നെ നമ്മളെ ശത്രുക്കളെ പോലെ കാണാൻ തുടങ്ങി. നമ്മളോടൊപ്പം എന്താണ് എല്ലാ കാര്യങ്ങളും ഫ്രണ്ട്ലി ആയിട്ട് നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാര് പിന്നെ നമ്മളെ ശത്രുക്കളെ പോലെ കാണാൻ തുടങ്ങി. നമ്മൾ ഈ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന്റെ ഒരു പ്രതിഫലനമായിട്ട് അവര് പതിയെ പതിയെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. അപ്പൊ ഞാനന്ന് എനിക്കൊരു നെവർ മൈൻഡ് ആയിട്ടാണ് ഞാൻ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ എടുത്തത്. കാരണം ഫ്രണ്ട് സർക്കിൾ പോവുകയാണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോഴും ഞാൻ ആ ദൈവത്തെ മുറുകെ പിടിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഞാൻ കാണുന്നത്. ആരൊക്കെ നമ്മളെ വിട്ടുപോയാലും ഞാൻ അറിഞ്ഞ വിശ്വാസം ഞാന് മുറുകെ പിടിക്കും, എന്ത് വന്നാലും ഞാന് അത് വിട്ട് കളയത്തില്ല എന്നുള്ള പൂർണ്ണ ദൃഢനിശ്ചയം എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പതിയെ 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 ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ 2006 ഡിസംബർ 31 ഞാൻ സ്നാനപ്പെടുകയും ചെയ്തു. പിന്നെ പതിയെ ഞാന് സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ ചെറിയ രീതിയിലൊക്കെ അമ്മയ്ക്കും അതുപോലെ തന്നെ സഹോദരിമാർക്കും ചെറിയൊരു സൂചന കിട്ടിയായിരുന്നു. കാരണം അവര് ഞാൻ എവിടേക്കെങ്കിലും പോയി കഴിയുമ്പോ ഇവര് എന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ബൈബിളാണ് അത് അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവർക്ക് മനസ്സിലായി. അവര് പിന്നെ അതിനെ എതിർത്തൊന്നുമില്ല. പക്ഷെ ഫാദറിനോട് പറഞ്ഞില്ല. ഫാദറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമായി മാറും. അപ്പൊ അത് കാരണം കൊണ്ട് അവര് വീട്ടിലൊരു പൊട്ടിത്തെറി ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് അവര് കാര്യങ്ങളൊന്നും അവര് അറിഞ്ഞതായിട്ട് ഭാവിക്കാണ് അവര് മുന്നോട്ട് പോയി. ഞാനും എന്റെ രീതിയിൽ ആത്മീയമായിട്ട് ഞാൻ മുന്നോട്ട് വന്നു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു 2008 ലാസ്റ്റിലാണ് ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ ഒമാന്റെ ദേശത്തേക്ക് മസ്കറ്റിലേക്ക് പോകാനുള്ള ഒരു എൻട്രി ദൈവം തരുന്നത്. അതും വലിയൊരു എന്റെ ലൈഫിലെ തന്നെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ടേണിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു ഒരു എന്താ പറയാ, നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം ദൈവം സിമ്പിൾ ആയിട്ട് നടത്തി തന്ന ഒരു കാര്യമായിരുന്നു. ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു അത്. കാരണം സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ അന്ന് അന്ന് എന്ന് പറയുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ, അതായത് അറബി രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് വിദേശ മാന്ദ്യം വന്നിട്ട് കയറ്റി അവിടെ നിന്ന് ആ ദേശങ്ങളിൽ നിന്ന് കയറ്റി നാട്ടിലേക്ക് വിടുന്ന ഒരു സാഹചര്യമാണ്. ആ ആ ഒരു സമയത്തായിരുന്നു, ആ ഒരു സ്ട്രഗിൾ ചെയ്ത സമയത്തായിരുന്നു ഞാൻ എന്റെ വിസ ഇഷ്യൂ ചെയ്യപ്പെടുന്നതും ഞാൻ അങ്ങോട്ട് പോകുന്നതൊക്കെ. അതൊക്കെ ഭയങ്കര ഒരു ദൈവത്തിന്റെ ഒരു ഭയങ്കര ഒരു മിറാക്കിളായിരുന്നു സംഭവിച്ചത്. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ എന്റെ അവിടെ പട്ടാമ്പി സഭയില് ഇങ്ങനെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നു. അപ്പൊ അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ബ്രദർ ഇങ്ങനെ ഒരു ജോലിക്കാണ് പോകുന്നത്,
ഇന്ന ദേശത്തേക്കാണ് പോകുന്നത്, ഇന്ന റൂമിൽ ഇരുന്നിട്ടാണ് പുള്ളി കറക്റ്റ് അച്ചട്ടായിട്ട് പറയാൻ ഇടയായി തീർന്നു. AC റൂമിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, ഇന്ന ദേശത്തേക്കാണ് പോകുന്നത്, ഇത്ര ദിവസത്തിന്റെ ഉള്ളില് ബ്രദർ ഇന്ന ആ ദേശത്തേക്ക് ജോലിയോടുള്ള ബന്ധത്തില് ദൈവം അയക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരു ആലോചനയൊക്കെ പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റെടുത്തു. ഞാൻ എന്തായാലും കൃപയാല് ദൈവം 2008 ലാസ്റ്റില് എനിക്ക് ആ ഒമാന്റെ ദേശത്തേക്ക് കടന്നു പോകാനൊക്കെ ദൈവം അവസരങ്ങളെ തന്നു. അവിടെ ചെന്നപ്പോ എനിക്ക് ഭയങ്കര ഏകാന്തതയായിരുന്നു. ഏകാന്തത എന്ന് പറയുമ്പോ ഞാൻ വീടും വീട്ടുകാരെയും വിട്ടിട്ട് ഞാൻ എവിടെയും പോയിട്ട് നിന്നിട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം മാത്രമേ അവരെ വിട്ട് നിൽക്കുന്നുള്ളൂ. അല്ലാണ്ട് ഒരു ദിവസമോ 2 ദിവസമോ അവരെ വിട്ട് ഞാൻ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നിട്ടേ ഇല്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ അത് എനിക്ക് ഒട്ടും, അത് മാത്രമല്ല നമ്മൾ കണ്ടെത്താത്ത ദൂരത്തേക്കാണ് നമ്മൾ പോകുന്നത്. കിലോമീറ്ററുകളോളം അപ്പുറത്തേക്കാണ് നമ്മൾ യാത്രയായി പോയത്. അവിടെ ചെന്നപ്പോ എനിക്ക് ഭാഷ അറിയത്തില്ല, അതുപോലെ തന്നെ അറിയുന്ന ആരും ഇല്ല. ആ ഒരു രീതിയിലുള്ള ഒരു അവസ്ഥയൊക്കെ വന്നു. പക്ഷെ എന്തായാലും കൃപയാല് ദൈവം അവിടെയൊക്കെ ദൈവം എന്നെ ബലപ്പെടുത്തി നിർത്തി. അങ്ങനെ ഞാൻ പിന്നെ ജോലിയിലൊക്കെ അവിടെ ജോയിൻ ചെയ്തു. അനുഗ്രഹമായിട്ട് മുന്നോട്ട് പോയി. പിന്നെ അവിടെ ചെന്നപ്പോഴും എനിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി. കാരണം ഞാന് അവിടുത്തെ അറിയാൻ പറ്റുമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, പ്രവാസ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഒരു റൂമിൽ ചിലപ്പോൾ 4 പേരോ 5 പേരൊക്കെ കിടക്കുന്ന കമ്പനി റൂമുകളൊക്കെ ആയിരിക്കും. അപ്പോ പല രീതിയിലും പല ക്യാരക്ടറുകളായിട്ടുള്ള പല മൈൻഡുകളായിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ ആ റൂമുകളിലൊക്കെ താമസിക്കുകയൊക്കെ എടുക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ചെന്നപ്പോ എനിക്ക് കിട്ടിയ റൂമിലാണെങ്കിൽ തമിഴരും അതുപോലെ തന്നെ മലയാളികളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ ചെന്നതിന് ശേഷം വേറൊരു മലയാളി അവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ആ കമ്പനിയിൽ തൊഴിലിനായിട്ട് വന്നു. അവൻ മലയാളിയാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം അവിടെ ടിവിയിൽ ഇങ്ങനെ ഈ സൂര്യ ടിവിയിൽ അന്ന് പ്രഭാത പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. ഈ തങ്കു ബ്രദറിന്റെ ഒക്കെ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. അത് ഏതാണ് പ്രോഗ്രാം ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഇത് ഇങ്ങനെ വെക്കുമ്പോ ഇവർക്ക് ഒരു ഡൗട്ട്, ഇവനെന്തോ ഈ ഹിന്ദു നാമധേയത്തിൽ അറിയപ്പെടുന്ന ആള് ഈ ക്രൈസ്തവരുടെ ഈ ചാനലൊക്കെ വെച്ചിട്ട് ഇവനെന്താ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ചിന്താഗതി. അങ്ങനെ പിന്നെ ഞാൻ അവിടുന്നും എനിക്ക് പല രീതിയിലും അവരുടെ പല പല പരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ ജോലിക്ക് പോകുമ്പോ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞിട്ടാണ് തോന്നുന്നത്. എന്നെ കാണുമ്പോ വിളിക്കുക ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കളിയാക്കി വിളിക്കും. അപ്പൊ എനിക്കറിയാം എന്നെയാണ് ഇവര് എയിം ചെയ്തിരിക്കുന്നത് എന്നുള്ള മനസ്സിലായി. പിന്നെ അങ്ങനെ പിന്നെ ഞാൻ അവിടെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള കൂട്ടുകാരൊക്കെ എന്നെ പരിഹസിക്കാനും ഒറ്റപ്പെടുത്താനൊക്കെ തുടങ്ങി. പക്ഷെ അവിടെ ഒന്നും ഞാൻ താണു വീണ് പോയില്ല. ദൈവത്തിന്റെ കൃപയാല് പിന്നെ എനിക്ക് അവിടെ ചെന്നപ്പോ ഞങ്ങളുടെ സൂപ്പർവൈസർ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഭയങ്കര ഒരു ഹൈന്ദവ ഭക്തിക്കാരനായിരുന്നു. ഭയങ്കര ഒരു ഹൈന്ദവ ഭക്തിക്കാരനായിരുന്നു. പക്ഷെ എനിക്ക് എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹം പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ എല്ലാ വെള്ളിയാഴ്ചയാണല്ലോ അവിടെ അവധി. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് ആരാധനയ്ക്ക് പോകാനുള്ള പെർമിഷൻ അദ്ദേഹം എനിക്ക് തരുമായിരുന്നു. അപ്പൊ ഭയങ്കര ഒരു കാര്യമായിരുന്നു എനിക്കത്. കാരണം അവിടെ ചെന്നിട്ട് എന്റെ ഏതൊരു ആശങ്ക എവിടെ ആരാധനയ്ക്ക് പോവും. കാരണം എന്റെ ഈ എല്ലാ ആഴ്ചയിലുമുള്ള ഈ ആരാധന ക്രമം തെറ്റിപ്പോവല്ലോ. അവിടെ ചെല്ലുമ്പോ ഞാൻ എവിടെ പോവും, എനിക്ക് നല്ലൊരു കൂട്ടായ്മ കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു ഒരു പല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ എന്തായാലും ദൈവം എല്ലാം എനിക്ക് അനുകൂലമാക്കി തന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയിലാണ് എനിക്ക് അവിടെ ഒരു മെമ്പറായിട്ട് മാറുവാനൊക്കെ ഇടയായി തീർന്നു. OPA എന്ന് പറയും, OPA ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലി. OPA ആദ്യം അവിടെ ചെന്ന മുതല് എനിക്ക് OPA ഒരു മെമ്പറായിട്ട് മാറുവാനും അവിടുത്തെ എല്ലാ കൂട്ടായ്മകളിലും എനിക്ക് പോയി സംബന്ധിക്കുവാനൊക്കെ ദൈവം എനിക്ക് അവസരങ്ങൾ തന്നു. അതുപോലെ തന്നെ കമ്പനിയിൽ നിന്നാണെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ഡ്യൂട്ടി നടക്കും. പക്ഷെ സാറ് പറയും നീ പൊക്കോ, നിനക്കുള്ള ഓവർ ടൈം ഞാൻ ഇട്ടോളാം, നീ പോയി നിന്റെ ദൈവത്തെ പോയി ആരാധിക്കുന്നു പറഞ്ഞിട്ട് ഫുള്ള് പെർമിഷൻ തരും. അപ്പൊ എന്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഒരു വിദ്വേഷമായിരുന്നു എന്നോട്.
കാരണം അവന് മാത്രം എന്താ സാറ് പ്രത്യേകം പരിഗണന കൊടുക്കുന്നത് എന്ന് ചോദിച്ചോണ്ട് പല സമയത്തും ആ ആ സാറിനോട് ഇവര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സാറ് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ഉണ്ടല്ലോ, അവന് ദൈവമുള്ള ആ ദൈവത്തെ അവൻ പോയി ആരാധിക്കുന്നു. നിങ്ങള് നിങ്ങൾക്കും ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ആരാധിച്ചു. നിങ്ങൾ പോവാത്തോണ്ടല്ലേ ഞാൻ പെർമിഷൻ തരാത്തതെന്ന് പറയുമ്പോ ഇവരുടെ വായങ്ങ് അടച്ചു. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഞാൻ കറക്റ്റ് പോയിട്ട് 2-2.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. ഞാൻ വീണ്ടും ജോലിയിൽ പ്രവേശിക്കും. അങ്ങനെ എനിക്ക് സാറ് ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആയിട്ടാണ് നിന്നത്. സ്വാമി സ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, സ്വാമി സാറ്. അദ്ദേഹം ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു എല്ലാ കാര്യങ്ങൾക്കും. അതായത് ഇപ്പൊ വർഷിപ്പിന് പോകാനൊക്കെ ഉള്ള ഒരു പെർമിഷൻ പുള്ളി തരുമായിരുന്നു. അതുപോലെ തന്നെ പെർമിഷൻ തന്നാലും ഓവർ ടൈം ഒന്നും കുറയ്ക്കത്തില്ല. അവർക്ക് കൊടുക്കുന്ന അതേ ഓവർ ടൈം എനിക്ക് തരും അദ്ദേഹം. ഞാൻ അത്രയും നേരത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അതിനൊന്നും വിട്ടുവീഴ്ച ഒരു രീതിയിലും അത് കുറയ്ക്കാതെ എനിക്ക് ഓവർ ടൈം എല്ലാം കറക്റ്റ് ആയിട്ട് തരുമായിരുന്നു. അപ്പൊ അതിനൊക്കെ ദൈവത്തിന് നന്ദി പറയുന്നു. അദ്ദേഹത്തെ ദൈവം അവിടെ ഒരുക്കിയതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ പിന്നെ മുന്നോട്ട് പോയി പിന്നെ പിന്നെ അതിനുശേഷം പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ നാട്ടിലേക്ക് വരാനുള്ള ഒരു സമയമായപ്പോൾ വീട്ടുകാരെയൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു, എനിക്ക് ജാതീയമായിട്ടുള്ള കല്യാണങ്ങളൊക്കെ അവർ അന്വേഷിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഇവന്റെ കല്യാണം നടത്തണം. ഫസ്റ്റ് അവധിയാണ്, ഫസ്റ്റ് ലീവിന് വരുവാ. അപ്പൊ എങ്ങനെങ്കിലും അവനെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയായിട്ട് എന്റെ മാതാവിനോട് പറഞ്ഞു, പിതാവ് പറഞ്ഞു, മാതാവിന്റെ അനിയത്തിമാരോടൊക്കെ അവന് പെണ്ണ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആരുടെങ്കിലും ബന്ധത്തിലോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെ കല്യാണം കഴിപ്പിച്ച് അയച്ചു കൊടുത്തൊക്കെ എല്ലായിടത്തും ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവര് ഓർഡർ കൊടുക്കുക. അപ്പൊ ഞാൻ ഈ കാര്യം അറിഞ്ഞപ്പോ എന്റെ മാതാവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഹൈന്ദവ രീതിയിലുള്ള കല്യാണം കഴിക്കത്തില്ല. കാരണം എനിക്ക് അതിന് കഴിയത്തില്ല. കാരണം ഞാന് ജീവനുള്ള ദൈവത്തെ ജലത്തെ സാക്ഷീകരിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ആ രീതിയിൽ ഞാൻ കല്യാണത്തിന് വില്ലിങ് അല്ല എന്ന് കർശനമായിട്ട് ഞാൻ എന്റെ മാതാവിനോട് പറയുവാനിടയായത്. ഞാൻ പറഞ്ഞു, എനിക്കൊരു ദൈവ പൈതലിനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. ജാതീയമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ തയ്യാറല്ല. അങ്ങനെ പിന്നെ ഞാൻ നാട്ടിൽ ചെന്നു. നാട്ടിൽ ചെന്നതിന് ശേഷം അതിന്റെ മുമ്പ് തന്നെ നാട്ടിൽ ചെല്ലുന്നതിന്റെ മുമ്പ് തന്നെ എന്റെ 2 ദേവദാസന്മാര് ഗുഡ് ന്യൂസിനകത്ത് ചീഫ് എഡിറ്റോറിയലിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് എന്നോട് പറഞ്ഞു, ഒരു സജഷൻ പറഞ്ഞു, കൃഷ്ണകുമാർ ഇങ്ങനെ നാട്ടിലേക്ക് വരുമല്ലേ, കല്യാണം നടത്താനുള്ള എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പക്ഷേ ഇതുപോലെ ഇങ്ങനെ വീട്ടുകാർ ഭയങ്കരമായിട്ട് പ്രകൃതിയായിട്ട് ജാതീയമായിട്ടുള്ള കല്യാണം കഴിപ്പിക്കാനൊക്കെ വേണ്ടി ആലോചനകൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്കാണെങ്കിൽ ഒരു ദൈവവേദന വേണം എന്നുള്ള താല്പര്യത്തിലാണ് ഞാനൊരു സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ എനിക്ക് ആ രീതിയിലല്ലേ ചിന്തിക്കാനും താല്പര്യം എടുക്കാനും പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഓക്കെ, കൃഷ്ണകുമാർ വില്ലിങ് ആണെങ്കിൽ ഡീറ്റെയിൽ ഒക്കെ ഞങ്ങൾക്ക് അയച്ചതാ, ഞങ്ങള് ഗുഡ് ന്യൂസിനകത്ത് ഞങ്ങള് മാട്രിമോണിയലിൽ ഞങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞു. അഡ്വർടൈസ്മെന്റ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ പിന്നെ അവര് കൊടുത്തു. അവര് കൊടുത്തതിന് ശേഷം എന്റെ നാട്ടിലത്തെ നമ്പറും അതുപോലെ തന്നെ ഞങ്ങളുടെ ലോക്കൽ സഭയിലെ ദേവദാസിന്റെ നമ്പറും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അതിനകത്ത് ആഡ് ചെയ്തത്. അങ്ങനെ ഞാൻ നാട്ടിൽ ചെന്നതിന് ശേഷം എന്റെ ദേവദാസിനും അവിടുത്തെ ലോക്കൽ പാസ്റ്ററിനും ഒരുപാട് കോളുകൾ വന്നു. അതുപോലെ തന്നെ എനിക്കും ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള സ്ഥിതിയൊക്കെ വന്നു. പക്ഷെ നമ്മള് ഒത്തിരി കേരളത്തിന് പുറത്തും അതുപോലെ തന്നെ ഇന്ത്യയില് ഇവിടെ നിന്നൊക്കെ വന്നെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്, യൂറോപ്യൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിന് വെളിയിൽ നിന്ന്, ഇന്ത്യക്ക് വെളിയിൽ നിന്നൊക്കെ ഒരുപാട്, ഇന്ത്യയിൽ നിന്നൊക്കെ അനവധി സ്റ്റേറ്റുകളിൽ നിന്നൊക്കെയാണ് എനിക്ക് കോള് വന്നത്. ഒരുപാട് പാരന്റ്സിന്റെ ഒക്കെ കോളുകളൊക്കെ വരുവാനൊക്കെ ഇടയായി തീർന്നു. പക്ഷെ അതൊന്നും നമുക്ക് പോയി അറ്റൻഡ് ചെയ്യാനും ഒന്നും ഇപ്പൊ ഒരു സാധ്യമായിട്ടുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ എന്റെ വീടിന്റെ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, ബാലൻസ് ഉണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു പിന്നെ ഇങ്ങനെ ഗുഡ് ന്യൂസ് മാസികയിൽ ഇതുപോലെ ഇങ്ങനെ ഒരു മാട്രിമോണിയൽ കണ്ടിട്ട് എന്റെ എന്റെ ഞാൻ ഒരു ഒരു പ്രപ്പോസൽ ഞാൻ കാണാൻ വേണ്ടി ഡയറക്റ്റ് പോയി കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്.
ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണാൻ പോയി. അപ്പൊ അവിടെ പോയി ഞാനും എന്റെ ലോക്കൽ പാസ്റ്റർ ആയിട്ടുള്ള സുനിൽ പാസ്റ്ററുമായിട്ടാണ് ഞങ്ങൾ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് കളമശ്ശേരി പോയത്. കളമശ്ശേരി പോയി ഞങ്ങള് കാണുകയൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് ആ കുഞ്ഞിനെ കണ്ടിട്ട് ആഹ് ആഹ് താല്പര്യപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ ആ കൊച്ച് ഭയങ്കര മെലിഞ്ഞായിരുന്നു. മെലിഞ്ഞ് അതുപോലെ തന്നെ ഹൈറ്റ് ഇല്ലായിരുന്നു ഒട്ടും. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ എന്റെ ദേവദാസനോട് പറഞ്ഞു, പാസ്റ്റർ എനിക്കത് അത്ര വലിയ താല്പര്യം തോന്നുന്നില്ല. അപ്പൊ അത് പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞിട്ട് അതൊന്ന് ക്യാൻസൽ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഞാൻ മനസ്സിൽ ചിന്തിക്കുക, ഈ പ്രാവശ്യം എന്തായാലും ഇനിയിപ്പോ അവധി തീരാറായി. അവധി തീർന്ന് ഞാൻ തിരിച്ചു പോവാറായി, മസ്കറ്റിന്റെ ദേശത്തേക്ക് കടന്നു പോവാറായി. അപ്പൊ കുറച്ച് ദിവസങ്ങളെ പിന്നെ ബാലൻസ് ഉള്ളൂ എനിക്ക് അവധി തീരാൻ വേണ്ടി. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്താണ് പിന്നെ പിന്നെ ഞാൻ ആദ്യം ചിന്തിച്ചോ, ഇനിയിപ്പോ ഈ പ്രാവശ്യം എന്തായാലും ഇനിയിപ്പോ ആഹ് വിവാഹം നടക്കത്തില്ലായിരിക്കും. ഇനിയിപ്പോ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത സമയത്താണ് പിന്നെ ഏഹ് ഇപ്പോ എന്റെ എന്റെ ഭാര്യയായിരിക്കുന്ന ജിതയുടെ മാതാവിനെ ജിതയുടെ മാതാവിനെ അവരുടെ സഭയിലെ, അവര് കായംകുളം ഫെയ്ത്ത് സെന്റർ സഭയിലെ വിമോനിച്ച ദേവദാസനാണ് അവിടുത്തെ സഭാ ശുശ്രൂഷകൻ. അവിടുത്തെ മെമ്പറാണ് എന്റെ വൈഫ് ആൻഡ് കുടുംബം. അവര് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ബി മോനച്ചൻ ദേവദാസിന്റെ വൈഫ് ഇതുപോലെ മാട്രിമോണിയലിലെ ഗുഡ് ന്യൂസിനകത്ത് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ടു, ഇങ്ങനെ എന്റെ ഡീറ്റെയിൽ കണ്ടു. അങ്ങനെ എന്റെ ഭാര്യ മാതാവിനോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. അവിടെ ആരാധനയ്ക്ക് ചെന്ന സമയത്ത് ഇതുപോലെ ഒരു ഇങ്ങനെ ആലോചന ഞാൻ അങ്ങനെ മാട്രിമോണിയലിൽ കണ്ടു, ഗുഡ് ന്യൂസിനകത്ത് കണ്ടു. നിങ്ങളൊന്ന് ജസ്റ്റ് വിളിച്ചു നോക്കൂ. കല്യാണം കഴിഞ്ഞോ എന്തോ ഒന്നും അറിയത്തില്ല. എന്തായാലും അതിനകത്ത് കോണ്ടാക്ട് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യയുടെ മാതാവാണ് എന്നെ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, മോന്റെ കല്യാണം എന്തായി, കല്യാണം കഴിഞ്ഞ് പോയോ, അതോ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ ഉള്ള ഒരു നിജസ്ഥിതിക്ക് മാതാവ് വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും ക്ലിയർ ആയില്ല, കാരണം കുറെ പേരൊക്കെ വിളിച്ചു. പക്ഷെ ഒന്നും അങ്ങോട്ട് മുന്നോട്ട് ഫർദർ കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി. കാരണം എല്ലാം ലോങ് സ്ഥലങ്ങളാണ്, കേരളത്തിന് വെളിയിലൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ മാതാവ് പറഞ്ഞു, എന്താ അങ്ങനെയാണെങ്കിൽ മോന് താല്പര്യമാണെങ്കിൽ ഞാൻ മോന്റെ ഫോട്ടോ ഞാൻ അയച്ചു തരാം. മോൻ കണ്ടിട്ട് എന്താണെങ്കിൽ താല്പര്യമാണെങ്കിൽ ഞങ്ങളെ വിവരം അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞാന് വൈഫിന്റെ ഫോട്ടോ കണ്ടു, വൈഫിന് താല്പര്യമായി, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാ ഓക്കെ, ഞാന് വില്ലിങ് ആണ്. അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങനെ മോള് ജോലിയോടുള്ള ബന്ധത്തിന് ഹരിയാന ഫരീദാബാദിലാണ് അവള് വർക്ക് ചെയ്യുന്നത്, നേഴ്സായിട്ടാണ്. അപ്പോ മോളെ ഇങ്ങോട്ട് വിളിപ്പിക്കണം. അപ്പൊ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തു. പിന്നെ വൈഫ് വന്നു, ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് ആദ്യം വന്നപ്പോ ഞങ്ങളുടെ അവസ്ഥകളൊക്കെ ഞാൻ ഫുൾ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അപ്പൊ വൈഫിന്റെ ഒരു കുഞ്ഞമ്മയായിരുന്നു ഇതിനെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കല്യാണങ്ങൾക്കുള്ള. പുള്ളിക്കാരിയായിരുന്നു എൻക്വയറി ഒക്കെ നടത്തിയത്, എന്നെ വിളിച്ച് ചോദിച്ചതും വീട്ടിന്റെ അവസ്ഥ ഒക്കെ അന്വേഷിച്ചതൊക്കെ പുള്ളിക്കാരിയായിരുന്നു. പുള്ളിക്കാരി അന്ന് ഇപ്പോഴും അവിടെ ബാംഗ്ലൂരാണ്, ഡിഫൻസിൽ വർക്ക് ചെയ്യുവാണ്. ഈ വൈഫിന്റെ അമ്മയുടെ അമ്മ, അല്ല സോറി, അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മ. അപ്പോ ആ സമയത്ത് അപ്പൊ കുഞ്ഞമ്മയായിരുന്നു ഈ ഫർദർ എൻക്വയറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നെ വിളിച്ച് ചോദിച്ചതൊക്കെ കുഞ്ഞമ്മയായിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും ചോദിച്ചു, വീടിന്റെ അവസ്ഥ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അവസ്ഥയാണ് എന്റെ, കാരണം ഒരു മൂത്ത സഹോദരി ഇങ്ങനെ രോഗാവസ്ഥയിൽ കിടക്കുവാണ്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. കുടുംബത്തിന്റെ ഏക ഒരു വരുമാനം ഞാൻ മസ്കറ്റിലാണ് ആയിരിക്കുന്നത്. പിന്നെ ഒരു വിവാഹം കഴിക്കാനായിട്ട് ഒരു ഇളയ സഹോദരിയും കൂടി ഉണ്ട് എന്നൊക്കെ ഞാൻ ഫുൾ ആയിട്ട് കാര്യങ്ങൾ ഒന്നും മറച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓപ്പണായി പറഞ്ഞു. അവർക്കും കാര്യങ്ങൾ മനസ്സിലായി. അവർ പറഞ്ഞു, ഓക്കെ, എന്നാ ഞങ്ങള് അങ്ങോട്ട് വരാം, ബ്രദറിന്റെ അങ്ങോട്ട് നാട്ടിലേക്ക് വരാം, എന്നിട്ട് ഞങ്ങള് വീടൊക്കെ കണ്ടിട്ട് ഞങ്ങള് പിന്നെ ഫർദർ കാര്യങ്ങൾ പറയാം. അങ്ങനെ അവര് ഇങ്ങോട്ട് വന്നു. അതിനുശേഷം പിന്നെ അവർക്ക് ഓക്കെ ആയി. അവര് പറഞ്ഞു, തിരിച്ച് നിങ്ങൾ ആരൊക്കെയാണ്
അങ്ങോട്ട് വരാൻ പറഞ്ഞു, മോളെ കാണാൻ വേണ്ടിയിട്ട് കായംകുളത്ത് ചെല്ലാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ ഞാനും പിന്നെ എന്റെ രണ്ട് ദേവദാസന്മാരും എന്നെ അറിയുന്ന രണ്ട് മൂന്ന് ദേവദാസന്മാരൊക്കെ ആയിട്ടാണ് ഞങ്ങള് കായംകുളത്ത് എന്റെ വൈഫിന്റെ വീട്ടിലേക്ക് ഞങ്ങള് കടന്നു പോകുന്നത്. കടന്നുപോയി അവിടെ ചെന്ന് ഞാൻ അന്ന് കടന്നുപോയപ്പോ എന്റെ മാതാവും എന്റെ പിതാവും ഒക്കെ ആയിരുന്നു എന്റെ കൂടെ അന്ന് വന്നത്. അപ്പൊ പിതാവ് അവിടെ വന്നപ്പോഴാണ് ആകെ അമ്പരന്ന് പോയ ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ അവിടെ വന്ന് കല്യാണത്തിന്റെ കാര്യങ്ങള് സ്റ്റെപ്പ് എടുത്തപ്പോഴാണ് പിതാവിന് മനസ്സിലായത് ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്, ഇങ്ങനെ ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ ആണ്, അതിനെ ഫോളോ ചെയ്താണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു കാര്യം പിതാവിന് അന്നാണ് അവിടെ വെച്ചാണ് മനസ്സിലാവുന്നത്. വർഷങ്ങൾ കഴിഞ്ഞ്, അതായത് സ്നാനപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞ് ട്ടാണ് ഈ കല്യാണത്തിനോടുള്ള ബന്ധത്തിലാണ് പിതാവിന് മനസ്സിലാവുന്നത് ഞാൻ ആത്മീയ ഒരു ഒരു കൂട്ടായ്മയിലാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആ ഒരു പ്രത്യേക ഒരു സ്പിരിച്വൽ ഇതിനെ പിൻപറ്റിയാണ് അവൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഫാദറിന് അപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഫാദർ തിരിച്ച് വീട്ടിൽ വന്നു. ഒന്നും എന്നോടൊന്നും ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ വിശ്വാസത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. പിന്നെ ഓക്കെ ആണ്, അപ്പൊ ഫർദർ കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ പിന്നെ ദൈവത്തിന്റെ കൃപയാല് എല്ലാവരുടെയും സമ്മതപ്രകാരം 2011 ജൂലൈ 27-നായിരുന്നു ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. ജൂലൈ 27-നായിരുന്നു 2011 വിവാഹം നടന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരുടെ ശുശ്രൂഷയുടെ കാർമ്മികത്വത്തിലൊക്കെ ആയിരുന്നു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയൊക്കെ നടന്നു. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയൊക്കെ ആയിരുന്നു, വിവാഹ ശുശ്രൂഷയൊക്കെ ആയിരുന്നു. ഒത്തിരി പേരൊക്കെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ അധികം ദിവസം ഞാൻ പിന്നെ അപ്പോഴേക്കും എന്റെ ലീവ് തീരാറായി, ജോലിയിൽ ജോയിൻ ചെയ്യാനുള്ള സമയമായി തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ അധികം ദിവസം നിന്നില്ല. അതിനുശേഷം ഞാൻ മസ്കറ്റിലേക്ക് തിരിച്ചു പോയി. ഞാൻ വീണ്ടും 8 മാസം കഴിഞ്ഞപ്പോ ഞാൻ എമർജൻസി ആയിട്ട് ഒന്ന് വരണം എന്നുള്ള താല്പര്യം ഞാൻ വന്നു. അങ്ങനെ ഞാൻ 8 മാസം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം 8 മാസം കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഞാൻ വീണ്ടും ഞാൻ മസ്കറ്റിന്റെ ദേശത്തേക്ക് കടന്നുപോയതിനു ശേഷം ഞാൻ ജോലി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു പെട്ടെന്ന് എന്റെ മൂത്ത സഹോദരി ഇതുപോലെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആവാനായിട്ട് ഇടയായി തന്നു. അങ്ങനെ എനിക്ക് കോള് വന്നു. അവിടെ പിതാവ് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു അവസ്ഥയാണ്, മൂത്ത സഹോദരി ഇങ്ങനെ പട്ടാമ്പി ഇങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഭയങ്കരമായിട്ട് ശാരീരികമായിട്ടുള്ള ഭയങ്കര വീക്കായിട്ട് ട്രിപ്പ് ഒക്കെ ഇട്ടിട്ടാണ് കിടക്കുന്നത്, ഭയങ്കര കുറച്ച് ക്രിട്ടിക്കൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു പറ്റുവാണെങ്കിൽ നീ നാട്ടിലേക്ക് വരുവാണെങ്കിൽ നല്ലതായിരുന്നു, പെട്ടെന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാന് ആ ഒരു സമയത്ത് ലീവ് കിട്ടാനൊക്കെ പ്രയാസമായിരുന്നു. ഒരു പ്രാവശ്യം എമർജൻസി വന്നിട്ട് തിരികെ പോയതേ ഉള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് പെട്ടെന്ന് ഒരു ലീവ് സാങ്ഷൻ ആയി കിട്ടാൻ പ്രയാസമായിരിക്കും എന്നൊക്കെ ഞാൻ പിതാവിനോട് പറഞ്ഞു. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് തന്നെ ഭയങ്കരമായിട്ടുള്ള ക്രിട്ടിക്കൽ അവസ്ഥയിലൂടെയൊക്കെ മൂത്ത സഹോദരി കടന്നുപോയി. മൂത്ത സഹോദരി അന്ന് തന്നെ രാത്രി നിത്യതയിൽ ചേർക്കപ്പെട്ടു. അങ്ങനെ വല്ലാത്തൊരു എന്താ പറയുക, ഞങ്ങളുടെ ഭവനത്തിലെ ആദ്യത്തെ ഒരു മരണം അങ്ങനെ സംഭവിക്കുകയായിരുന്നു. പക്ഷെ അവിടെ നിന്നും ഞാന് റൂമിലോ അല്ലെങ്കിൽ എന്റെ കമ്പനിയിലോ ആരോടും ഈ കാര്യം ഷെയർ ചെയ്തില്ല. ഞാന് സൈലന്റ് ആയിട്ട് ഇരുന്നു. ഞാന് അങ്ങനെ പ്രാർത്ഥിച്ചു. എന്റേതായ ഒരു ആത്മീയ ബലത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ നോർമലി ഞാൻ പോകുന്ന പോലെ ഞാൻ പോയി. അങ്ങനെ പിന്നെ വീട്ടിലൊക്കെ ഇങ്ങനെ നോർമലി വിളിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ശുശ്രൂഷകളും മരണ ശുശ്രൂഷയൊക്കെ എന്തൊക്കെയായി എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ പിതാവ് പറഞ്ഞു വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വരുന്നില്ല, എനിക്കിപ്പോ അത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മൂത്ത സഹോദരി ഞാനും തമ്മിൽ ഭയങ്കര ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. ഞങ്ങള് ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു ഞങ്ങള് വീട്ടില്. അപ്പൊ അത് കാരണം കൊണ്ട് മരണപ്പെട്ട് നിശ്ചലമായി കിടക്കുന്ന ആ ഒരു ശരീരത്തെ കാണുവാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പിതാവിനോട് പറഞ്ഞു ഞാൻ വരുന്നില്ല, എന്തായാലും നിങ്ങൾ എന്താണ് കാര്യങ്ങള് ശുശ്രൂഷ എന്താണെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അവര് ജാതീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മരണ ശുശ്രൂഷ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞു. ഗ്രാജുവലി
എന്റെ മാതാവിനെ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. കാരണം അവരുടെ കുടുംബജീവിതത്തിലെ ആദ്യത്തെ ഒരു തലമുറയാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ അത് എന്റെ മാതാവിനെ വളരെയധികം ഭയങ്കരമായിട്ടുള്ള വിഷമാവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥയായി. അങ്ങനെ മാതാവിന് പതിയെ പതിയെ ഡിപ്രഷനായി. അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയാ, മാനസികമായിട്ടുള്ള വിഭ്രാന്തിയൊക്കെ വരാൻ. അങ്ങനെ പിന്നെ മാതാവിനെയും പിന്നെ ഈ ഈ മൂത്ത സഹോദരിയെ കൊണ്ടുപോയ അതേ പാതയിലൂടെ അതേ ട്രീറ്റ്മെന്റ് സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റ് തൃശ്ശൂര് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ പിന്നെ ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെയൊക്കെ മാതാവ് കടന്നുപോയി. മാതാവ് അബ്നോർമൽ അവസ്ഥയിലേക്ക് കടന്നുപോയി. കാരണം ഈ അവരുടെ കുടുംബജീവിതത്തിലെ ആദ്യത്തെ തലമുറയാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ അത് ഉൾക്കൊള്ളാൻ ഒട്ടും മാതാവിനെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ പിന്നെ ഗ്രാജുവലി പിന്നെ മാതാവിനും ഒരു സൈക്കാട്രിക് പ്രോബ്ലത്തിലൂടെ കടന്നുപോയി. ഭയങ്കര ഡിപ്രഷനിലൂടെ കടന്നുപോയി. അങ്ങനെ പിന്നെ 2014 മാതാവ് വീടിന്റെ ഇങ്ങനെ അതിന്റെ ഒരു സാഹചര്യം ഞാൻ പറയാം. മാതാവ് ആദ്യം അന്ന് സെപ്റ്റംബർ മാസമായിരുന്നു, ഓണത്തിന്റെ ഒരു സീസൺ ആയിരുന്നു. ഓണത്തിന്റെ ഒരു സീസൺ ആയതുകൊണ്ട് അപ്പൊ അവര് ഓണത്തിന്റെ ഒരു 10 ദിവസം മുന്നേ അത്തം എന്നൊക്കെ പറയും. അത്തത്തിന്റെ അന്നായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അത്തത്തിന്റെ അന്ന് വീട്ടിലെ ഉള്ളവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ചെറിയ രീതിയിലൊക്കെ നല്ല നല്ല ഫുഡൊക്കെ ഒരുക്കി അവർ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം പിതാവ് എന്ത് ചെയ്തു, പിതാവ് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് വീടിന്റെ ടെറസിൽ നിന്ന് കുറച്ച് വിറക് എടുക്കാൻ വേണ്ടിയിട്ട് ലാഡർ വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കയറി എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോയ സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ എന്റെ ഇളയ സഹോദരി വീടിനകത്ത് പിതാവിനെ അന്ന് തന്നെ ഒരു മാരേജിന്റെ ഒരു റിസപ്ഷൻ സെറമണി ഉണ്ടായിരുന്നു. അതിനകത്ത് അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നു. പിതാവിന്റെ കുറച്ച് ഡ്രസ്സസ് ഒക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ റൂമില് സഹോദരി അവള് അയൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ഈ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ഇടയിൽ ചെന്നിട്ട് മാതാവ് ചോദിച്ചു, മോളെ ഇതുപോലെ മണ്ണെണ്ണ എവിടെ ഇരിക്കുന്നു ചോദിച്ചു. അപ്പോ സിസ്റ്റർ എന്റെ ഇളയ സഹോദരൻ ചിന്തിച്ചു എന്തെങ്കിലും സ്റ്റവിൽ ഒഴിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ആയിരിക്കും മാതാവ് ഇങ്ങനെ മണ്ണെണ്ണ ചോദിക്കുന്നത്. അവളും അത്ര അങ്ങ് ചിന്തിച്ചില്ല. എന്നാൽ അവളും ജസ്റ്റ് ഒന്ന് മാതാവിന്റെ ഒരു അപ്പോഴത്തെ ഒരു അവസ്ഥ, മാനസികമായിട്ടുള്ള നില ഒരു കുറച്ച് വീക്ക് ആയിരുന്നല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് അവളും എന്ത് ചെയ്തു, മണ്ണെണ്ണ ചോദിച്ച സമയത്ത് അവളും ഒന്ന് ഫോളോ ചെയ്ത് പോവോ അല്ലെങ്കിൽ എന്തിനാണ് ചോദിച്ചെന്ന് ചോദിക്കുകയോ ചെയ്തില്ല. അവള് കറക്റ്റ് പൊസിഷൻ പറഞ്ഞു. ഇന്ന സ്ഥലത്താണ് സ്റ്റോർ റൂമിന്റെ ഇന്ന ഏരിയയിൽ ഇന്ന സ്ഥലത്താണ് മണ്ണെണ്ണയുടെ ഒരു ബോട്ടിൽ ഇരിപ്പുണ്ട്, മണ്ണെണ്ണ അവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് പ്ലേസ് അവള് പറഞ്ഞു. അതിനുശേഷം ഇവള് അനിയത്തി കൊച്ചു എന്ത് ചെയ്തു, അവള് അയൺ ചെയ്യുന്നതിന്റെ ആ കാര്യങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഫാദർ ആണെങ്കിൽ ലാഡർ എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ഫാദർ ഈ ലാഡർ ആയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വീടിന്റെ ചിമ്മിനിയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഭയങ്കര എന്താ പറയാ പുക പുറത്തോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. അപ്പോ ഫാദറിന് മനസ്സിലായി ഇത് എന്തോ വീട്ടിനകത്ത് എന്തോ കത്തല് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫാദർ എന്ത് ചെയ്തു, ലാഡർ കൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി കയറി നോക്കിയപ്പോഴേക്കും അമ്മ വീട്ടിനകത്തുള്ള സ്റ്റോർ റൂമിൽ കയറിയിട്ട് സ്റ്റോർ റൂമിന്റെ അകത്ത് ചെറിയൊരു ഡോർ വെച്ചു, പ്ലാസ്റ്റിക്കിന്റെ ഡോറാ വെച്ചിരിക്കുന്നത്. കാരണം എപ്പോഴും സാധനങ്ങളൊക്കെ എടുക്കേണ്ടതായതുകൊണ്ട് വലിയ ബലമില്ലാത്ത ഒരു പ്ലാസ്റ്റിക് ഡോറാണ് വെച്ചത്. അപ്പൊ ആ ഡോറിനെ ചവിട്ടി പിടിച്ചിട്ട് ഒരു കാലുകൊണ്ട് ചവിട്ടി പ്രസ് ചെയ്ത് പിടിച്ചിട്ട്, അതായത് പുറത്തുനിന്ന് തുറക്കാത്ത രീതിയിൽ ചവിട്ടി പിടിച്ചിട്ട് ആ സ്റ്റോർ റൂമിന്റെ ഒരു കോർണറിൽ തന്നെ ഒരു 50-60 കിലോന്റെ ഒരു അരിച്ചാക്കം ഉണ്ടായിരുന്നു. ആ അരിച്ചാക്കിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഈ അമ്മ ഈ മണ്ണെണ്ണ ഒഴിച്ച് ഈ തീ കൊളുത്തി. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ പിന്നെ ഫാദർ വന്നപ്പോഴേക്കും ഏകദേശം അമ്മ കത്തി വല്ല നൈറ്റി ആയിരുന്നു വസ്ത്രം ഇട്ടിരുന്നത്. അങ്ങനെ കത്തി ഭയങ്കരമായിട്ട് ചൂടായി. അങ്ങനെ ഫാദർ എന്ത് ചെയ്തു, പെട്ടെന്ന് സഡനായിട്ട് ആ ചവിട്ടി തുറന്നപ്പോഴേക്കും മാതാവ് തളർന്ന്
വീണു. അങ്ങനെ പിന്നെ ആ മാതാവിനെ എടുത്ത് അവിടെ കിച്ചന്റെ ഒരു സൈഡ് ഭാഗമുണ്ട്, വർക്ക് ഏരിയ പോലെ. അവിടെ പതുക്കെ എടുത്ത് കിടത്തി. ഫാദർ എന്ത് ചെയ്തു, കുറച്ച് നല്ല ചൂടുള്ള സമയം കൂടി, ഉച്ച സമയമല്ലേ. അപ്പോ ഫാദർ എന്ത് ചെയ്തു, അപ്പോഴത്തെ ഒരു വെപ്രാളത്തില് കുറെ വെള്ളം എടുത്തിട്ട് മേലോടെ അങ്ങ് സ്പ്രെഡ് ചെയ്തു. അങ്ങനെ പിന്നെ ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മാതാവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, നീ ഉടനെ നീ എങ്ങനെങ്കിലും പെട്ടെന്ന് വരണം. എനിക്കിത് കേട്ടപ്പോ ഇത് വല്ലാത്തൊരു പ്രയാസമായി പോയി. ഞങ്ങൾ ഒരിക്കലും അമ്മ ഈ ഇതിലും വലിയ സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ട് പോലും ഇങ്ങനെ ഒരു ബുദ്ധിമോശം അമ്മ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോ എന്തോ ഒരു പിശാചിന്റെ പ്രവൃത്തിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പ്രേരണ വന്ന് അമ്മ ഇതിലും വലിയ സ്ട്രഗിളിലൂടെ കടന്നിട്ട് പോയിട്ട് പോലും സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു സംഭവമേ അമ്മ ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളെ മക്കളൊക്കെ ഓർത്തുകൊണ്ടായിരിക്കണം. കാരണം ചെറുപ്പകാലങ്ങളിലൊക്കെ അമ്മ ഭയങ്കരമായിട്ട്, ഫാദർ ഭയങ്കര ഒരു ദേഷ്യ സ്വഭാവക്കാരനൊക്കെ ആയിരുന്നു. അപ്പൊ ചെറിയ കാര്യങ്ങൾക്ക് പോലും ശിക്ഷിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ മാതാവിനെ വളരെയധികം ദ്രോഹിച്ചിട്ടൊക്കെ ഉണ്ട് പിതാവ്. അതൊക്കെ ഞങ്ങൾ കണ്ടു വളർന്നവരാണ്. അപ്പൊ ആ സമയത്ത് പോലും അമ്മ ഇങ്ങനെയുള്ള ഒരു സൂയിസൈഡോ അങ്ങനെയുള്ള മറ്റുള്ള ചിന്താഗതികളൊക്കെ അമ്മ അങ്ങനെ ആ സാഹചര്യത്തിൽ പോലും ഞങ്ങളെ ഓർത്തുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരു ഡിസിഷൻ ഒന്നും എടുക്കാതെ അങ്ങനെ മുന്നോട്ട് പോയി ക്ഷമയോടെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സൂയിസൈഡിന്റെ ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പോലും അതിശയിച്ചു പോയി. കാരണം അത്രത്തോളം സ്ട്രഗിള് സഹിച്ചിട്ട് പോലും ജീവിച്ച് മുന്നേറി വന്ന ആളാണ് മാതാവ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ള ഒരു ചിഹ്നം ഞങ്ങളുടെ മുന്നിലൊക്കെ ഇങ്ങനെ കയറി വരാൻ തുടങ്ങി. അങ്ങനെ അന്ന് രാത്രി തന്നെ അതിന്റെ മുമ്പ് തന്നെ ഈ സൈക്കാട്രിക് മെഡിസിൻസ് ഒക്കെ ഒത്തിരി കഴിക്കുന്നതുകൊണ്ട് മാതാവിന്റെ പല പല പാർട്സിനൊക്കെ അത് ഡാമേജസ് വരുത്തിയായിരുന്നു. അപ്പൊ ഈ ഓൾറെഡി ഇന്റേണൽ പാർട്സിന് അത് ഒത്തിരി ഡാമേജസ് വരുത്തിയോട് കൂടിയിട്ട് ഈ ചെസ്റ്റിന്റെ ഈ ഭാഗത്ത് ഈ ചൂടടിച്ചോട് കൂടിയിട്ട്, നോർമലി അങ്ങനെയാണല്ലോ ഈ സ്ത്രീകളുടെ ലേഡീസിന്റെ ശരീരത്തില് ചെസ്റ്റിന്റെ ഇവിടെയൊക്കെ ഈ പോർഷനിൽ മൊത്തം ചൂടടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരണം സംഭവിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഈ പല ഫങ്ഷൻസിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകാനൊക്കെ ഇടയായിട്ടുണ്ട്. അങ്ങനെ പിന്നെ മാതാവ് അന്ന് രാത്രി തന്നെ മെഡിക്കൽ കോളേജിൽ വെച്ച് 1:30 സമയത്ത് മരണപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ വളരെയധികം എന്താ പറയാ, വളരെയധികം പ്രയാസത്തിലൂടെയൊക്കെ കടന്നുപോയി. എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. കാരണം അടിക്കടി ഒരു മരണം ഫേസ് ചെയ്തിട്ട് അത് തീരുന്നതിന് മുമ്പ് അടുത്ത ഒരു മരണത്തിലേക്ക് ഞങ്ങളെ കുടുംബമായിട്ട് ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഞാൻ അവിടെ വളരെയധികം നിരാശപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിശ്വാസത്തിലേക്ക് വരും ചെയ്തു. വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഉണ്ടാവുന്ന ഒരു റിസൾട്ടുകളാണ് എന്നുള്ള ചിന്താഗതികളൊക്കെ പലരിലേക്കും വരാം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, വിശ്വാസത്തിലേക്ക് വന്നിട്ട് പോലും ഇങ്ങനെ ഒരു 2 മരണങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നല്ലോ. പക്ഷെ ഞാൻ അപ്പോഴൊക്കെ ദൈവത്തോട് ഒരു പരാതി ഞാൻ പറയാ ഇടവരുത്തിയില്ല ദൈവം. കാരണം അവിടെയൊക്കെ ദൈവം താണു വീണു പോകാതെ ആത്മീയത്തിൽ മുന്നേറി ജീവിക്കുവാൻ ദൈവം എനിക്ക് തന്നു. അപ്പോ ദൈവം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കൃപ തന്നു. കാരണം നമുക്കറിയാം, മാനുഷ്യമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് നമുക്ക് ആരെന്ത് ഉപദേശിച്ചാലും അതിന് പകരമാകത്തില്ല, ഒരു ആശ്വാസം ആവത്തില്ല. അപ്പോ ആ ഒരു രീതിയിലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. അപ്പൊ അവിടെയൊക്കെ ദൈവം എന്നെ താണു വീണു പോകാതെ ദൈവത്തിന്റെ കരങ്ങളിൽ എടുത്ത് ശക്തമായിട്ട് ഇന്നയോളം എന്നെ ആത്മീയത്തിൽ ഒരുപാട് നിമിഷങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആത്മീയത്തിൽ വീണു പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നത് പോലെ തന്നെ എന്റെ ജീവിതത്തിലും പല പല ഫാമിലിയിൽ നിന്നാവട്ടെ പല രീതിയിലും എനിക്ക് വളരെ സ്ട്രഗിൾസ് ഒക്കെ ഞാൻ അനുഭവിച്ചു. പക്ഷെ അവിടെയൊക്കെ അറിഞ്ഞ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മീയമാവുന്ന ആ ഒരു പോർക്കളത്തിൽ പോരാടുവാൻ
സർവകൃപാലുവായ ദൈവമൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് പ്രിയ ദൈവങ്ങളോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മളെ ഒരിക്കലും വിട്ടേച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച് ഇടയ്ക്ക് വിട്ടേച്ച് പോകുന്ന ഒരു ദൈവത്തല്ല നമ്മളെ വിളിച്ചിരിക്കുന്നതും. ആ ദൈവത്തോട് ആ ദൈവത്തിന്റെ മക്കളായിട്ടല്ല നമ്മൾ ആയിരിക്കുന്നത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒരിക്കലും എന്ത് പ്രതിസന്ധി വന്നാലും, എന്തൊക്കെ ആരൊക്കെ നമ്മളെ വിട്ടുപോയാലും, എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാലും ഈ ദൈവത്തിന് വേണ്ടി ആത്മീയമാവുന്ന പന്താവിൽ പോരാടി മുന്നേറണം എന്നാണ് എല്ലാ ദൈവങ്ങളോടും എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളൂ. നമ്മളൊക്കെ ചിന്തിക്കും, വിശ്വാസത്തിൽ വന്നു പലരും തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നവരുണ്ട്. വിശ്വാസത്തിൽ വന്നിട്ട് നിനക്ക് എന്ത് കിട്ടി? നിനക്ക് കാറ് കിട്ടിയോ? നിനക്ക് വീട് കിട്ടിയോ? നിനക്ക് അല്ലെങ്കിൽ വലിയ ബംഗ്ലാവ് കിട്ടിയോ? പക്ഷെ അതൊന്നല്ല. നമുക്ക് വിശ്വാസത്തിൽ വന്നിട്ട് ദൈവം നമ്മളെ കണ്ടു. അതന്നെ വലിയൊരു കാര്യമാണ്. ദൈവം നമ്മളെ കണ്ടു. ഈ സർവ ലോകത്തെയും സൃഷ്ടിച്ചവനായ, ഈ സർവ ലോകത്തിന്റെയും സൃഷ്ടിതാവായ ആ ദൈവത്തിന്റെ ഒരു പൈതലായിട്ട് മാറുവാൻ തന്നെ നമുക്ക് ദൈവം അവസരങ്ങളെ തന്നില്ലേ? അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ലോകം മുഴുവൻ നേടിയിട്ട് നമുക്ക് എന്ത് കാര്യം? നമുക്ക് നിത്യത എന്നുള്ള ഒരു പ്രത്യാശ, നിത്യത നമുക്ക് ദൈവം ഒരുക്കി തന്നു. ആ ഒരു ദൈവത്തിന്റെ പൈതലായി മാറും നമുക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞത് നിത്യത എന്നുള്ള ഒരു കാഴ്ച, ആ ഒരു നിത്യത, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം നമുക്കുണ്ട്. ആ ഒരു നിത്യത നമുക്ക് വേണ്ടി നമുക്ക് ഫ്രീ ആയിട്ട് ദൈവം തന്നു. ഇതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ആ ദൈവത്തിന്റെ മകനായി മകളായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നതിന് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമല്ലേ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ എന്റെ ഈ അനുഭവങ്ങൾ ഈ അരോമ ടിവിയിലെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനേക ദൈവങ്ങൾക്ക് ഒരു വലിയൊരു പ്രചോദനമായി മാറട്ടെ. ആർക്കെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള പല പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിരാശകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന. അവർക്കൊക്കെ ഈ ഒരു സാക്ഷ്യം വളരെ മാനസികമായിട്ടും ആത്മീയമായൊക്കെ ബലപ്പെട്ട് നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി പിന്നെയും പ്രശോഭിച്ചു നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഒരുക്കി തന്ന കർത്തദാസൻ ഡാനിയൽ പാസ്റ്ററിനോടുള്ള അഗാധമായിട്ടുള്ള നന്ദിയെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് ഈ ദേവദാസന്റെ ഈ പ്രവർത്തനങ്ങളെ, ഈ ആരോമ ടിവിയിലൂടെ അനേകരെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ ഇനിയും ചെയ്യുവാനും അനേകരിലേക്ക് അത് എത്തിക്കപ്പെടുവാനൊക്കെ മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സർവകൃപാലുവായ ദൈവം നമ്മളെ സമാധാനത്താൽ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ കൃഷ്ണകുമാർ ബ്രദർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവം വിളിച്ചു വേർതിരിച്ച വിധങ്ങൾ, ആ പട്ടാമ്പി പട്ടണത്തിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ അറിയാത്ത ഇരുണ്ട പശ്ചാത്തലത്തിൽ നിന്ന് ദൈവസ്നേഹം ഉള്ളിലേക്ക് വരുവാനും ആ പുതിയ നിയമത്തിൻ്റെ ആ വചനങ്ങൾ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനും ഇടയായി തീർന്നു. അത് പിന്നത്തേതിൽ വലിയ ഒരു വഴിത്തിരിവിലേക്ക് മാറുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കൃഷ്ണകുമാർ ബ്രദറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യ ദീർഘായുസ്സും കർത്താവ് തരട്ടെ, കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടി വി ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കൃഷ്ണകുമാർ ബ്രദർ ചുരുക്കവാചകങ്ങൾ ദൈവത്തിൽ നമ്മെ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ അരോമ ടിവിയിലൂടെ എളിയവനായ അടിയന്റെയും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ
ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ തന്ന നല്ല അവസരങ്ങൾക്കായി സാവകാശങ്ങൾക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. എല്ലാം അങ്ങയുടെ നാമത്തിൽ ചെയ്യുന്നതെല്ലാം ഹല്ലേലൂയ അങ്ങയുടെ നാമ മഹത്വത്തിനായി തീരുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്നൊക്കെ ദൈവം ഞങ്ങളെ വീണ്ടെടുത്ത അവിടുത്തെ മക്കളും അവകാശികളുമാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. അപ്പാ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയന്റെ ഈ അനുഭവ സാക്ഷ്യം അനേകരിലേക്ക് എത്തപ്പെടുവാൻ സ്വർഗം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനേകർ ഇത് കാണുമ്പോൾ അവരുടെ ജീവിതത്തിലൊക്കെ വലിയ പരിവർത്തനങ്ങൾ നടക്കുവാൻ, മാനസാന്തരങ്ങൾ നടക്കുവാൻ സ്വർഗം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, അവിടുന്ന് സഹായിക്കണം. എല്ലാ മഹത്വവും അങ്ങേക്കായി അർപ്പിക്കുന്നു കർത്താവേ. അപ്പാ, അവിടുന്ന് കർത്താവേ അടിയന് തന്ന നല്ല അവസരത്തിനായി സാവകാശങ്ങൾക്കായി നന്ദി പറയുന്ന പ്രിയ കർത്തദാസനെയും അതിനുവേണ്ടി ഉപയോഗിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഇനിയും ഈ ആരോമ ചാനലിലൂടെ, ആരോമ TV എന്ന ചാനലിലൂടെ കർത്താവെ അനേകർ കർത്താവെ ഹല്ലേലൂയ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ പങ്കുവെക്കുവാൻ ഇനിയുള്ള ദിവസങ്ങൾ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ ഈ ശുശ്രൂഷയെ അങ്ങയുടെ കരങ്ങൾക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, പ്രിയ കർത്താവെ കർത്താവെ ദാസനെ കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമമാത്രത്തിനായി തീരുവാൻ സ്വർഗപടിയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും സമസ്തവും അങ്ങയുടെ കരങ്ങൾക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, അവിടുന്ന് പ്രാർത്ഥനയാലും അപേക്ഷയാലും യാചനാലും കേട്ടിരിക്കായ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗീയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ കൃഷ്ണകുമാർ ബ്രദർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കാൻ സമയം വേർതിരിച്ചതിന് പ്രിയ ബ്രദറിനോടതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ aroma.tv.co.in വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അനുഗ്രഹിക്കപ്പെട്ട അടുത്ത ഒരു അനുഭവവുമായിട്ട് വീണ്ടും കാണുമ്പോഴും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.